വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന് പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്ന വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ട് പുത്രാൽപതനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ പോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നില്ലല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ശബ്ദമുയർത്തി അവസാനത്തെ സെൻറ്റൻസ് മാത്രം പറഞ്ഞേ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കുന്നല്ലോ. വേഴ്സ് 13 13 വാക്യം കൂടെ. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. 16 വാക്യം അവസാന വാക്യം പറയുന്നു, അവസാന സെൻറ്റൻസ് പറയുന്നു, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. നാം കേൾക്കുന്ന ദൂതിൻ്റെ തലക്കെട്ടതാണ് ലുക്കിംഗ് ഫോർ ദ സിറ്റി. ലുക്കിംഗ് ഫോർ ദ സിറ്റി, കാത്തിരിക്കുന്ന പട്ടണം. ശബ്ദമുയർത്തി പറഞ്ഞേ, കാത്തിരിക്കുന്ന പട്ടണം അല്ലെങ്കിൽ കാത്തിരിക്കുന്നതായ രാജ്യം. വളരെ ബ്യൂട്ടിഫുള്ളായി പുതിയ നിയമത്തിൽ ഒരു പഴയ നിയമമുണ്ടെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് എബ്രാലേഖനം. ഞാൻ ആവർത്തിക്കുന്നു, പുതിയ നിയമത്തിൽ ഒരു പഴയ നിയമമുണ്ടെങ്കിൽ അതാണ് എബ്രാലേഖനം. പഴയ നിയമത്തിൽ ഒരു പുതിയ നിയമമുണ്ടെങ്കിൽ അതാണ് യെശയ്യാ പ്രവചനം. യേശു കർത്താവിൻ്റെ ജനനം, യേശുവിൻ്റെ വളർച്ച, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ അഭിഷേകം, യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിൻ്റെ ക്രൂശിലെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, തീർന്നില്ല, സ്വർഗാരോഹണം, മടങ്ങിവരവ്, സഹസ്രാബ്ദ വാഴ്ച. ഇത് മുഴുവൻ യെശയ്യാവ് 66 അധ്യായങ്ങളിൽ തുന്നി ചേർത്തിരിക്കുന്നത് കൊണ്ട് യെശയ്യാ പ്രവചനം ഒരു 5th ഗോസ്പൽ, ഒരു 5ാം സുവിശേഷം എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പറയത്തക്ക ക്രമത്തിൽ, വിച്ച് ഈസ് എ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബുക്ക് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിലെ പുതിയ നിയമമാണ് യെശയ്യാ പ്രവചനം എന്ന് പറയുന്നു. നേരെ തിരിച്ച് പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ 12 ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നെങ്കിലും പഴയ നിയമത്തിലെ സകല കാര്യങ്ങളെക്കാൾ യേശു ശക്തനാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നതായ എബ്രായ ലേഖനം നമ്മൾ കേൾക്കുകയായിരുന്നു സവിസ്തരം. സ്തോത്രം. അതെ, ഒന്നാമതായി പറഞ്ഞാട്ടെ, യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. ആ വലിയവൻ മാത്രം എല്ലാവർക്കും അറിയാം. അതെ, യേശു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. യെസ്, ഞാൻ കേട്ടു. രണ്ടാമത്, ദൂതന്മാരെക്കാൾ യേശു വലിയവനാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. പിന്നെ യേശു കർത്താവ് യോശുവയേക്കാൾ വലിയവനാണ്. യേശു കർത്താവ് മൽക്കിഷേദക്കിനേക്കാൾ അവൻ വലിയവനാണ്. യേശു അഹരോനേക്കാൾ, മഹാപുരോഹിതനായിരുന്ന അഹരോനേക്കാൾ കർത്താവ് യേശു വലിയവനാണ്. പഴയ നിയമത്തെക്കാൾ കർത്താവ് യേശു വലിയവനാണ്. ആരെങ്കിലും ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പഴയ നിയമത്തെക്കാൾ യേശു വലിയവനാണ്. സമാഗമന കൂടാരത്തെക്കാൾ യേശു കർത്താവ് വലിയവനാണ്. സമാഗമന കൂടാരത്തിൽ അർപ്പിച്ചിരുന്നതായ 5 യാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് യാഗങ്ങളെക്കാൾ യേശു കർത്താവ് വലിയവനാണ്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന പല വിശ്വാസ വീരന്മാരുണ്ടായിരുന്നു. പക്ഷേ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന
ആ 16 വിശ്വാസി വീരന്മാരെ 11-ാം അധ്യായം നിരത്തി പറയുന്നു. ബട്ട് ഹി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്. അവൻ പഴയ നിയമ വിശ്വാസ വീരന്മാരെക്കാൾ കർത്താവായ യേശു ക്രിസ്തു അവൻ വലിയവനാണ്. കഴിഞ്ഞാഴ്ച ഗംഭീരമായി നമ്മൾ കേട്ടു. യേശു കർത്താവ് അവൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തമാണ്. ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി അത് നിലവിളിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ രക്തം ക്ഷമയ്ക്ക് വേണ്ടി, ഫോർഗിവ്നെസ്സിന് വേണ്ടി നിലവിളിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ അത് വിലയേറിയ രക്തമാണ്. 12-ാമതായി ഈ സീരീസിൽ അവസാനമായി ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം 12-ാമതായി അവസാനമായി നമുക്ക് കേൾപ്പാനുള്ളത് സ്തോത്രം. ജീസസ് ഈസ് ബെറ്റർ ദാൻ ദ സിറ്റി or the country which is mentioned in the Old Testament. പഴയ നിയമത്തിൽ കർത്താവ് യേശു ബെറ്റർ കൺട്രി, ഏതൊരു പട്ടണത്തെക്കാൾ, ഏതൊരു നഗരത്തെക്കാൾ എത്രയോ അവൻ വലിയവനാണ്. അവർ എത്രയോ ഉന്നതമായ അല്ലെങ്കിൽ എത്രയോ ബെറ്ററായ ഒരു പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് തിരുവചനം പറയുന്നു. എബ്രായലേഖനം 7-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. അതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വാക്യം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ആ പുസ്തകം മുഴുവൻ എഴുതിയത് യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അവരെ പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, ഞങ്ങളുടെ മതം വലുതാണ്, ഞങ്ങളുടെ പാരമ്പര്യം ഉന്നതമാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ ദേവാലയം, ഞങ്ങളുടെ ദേവാലയത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒത്തിരി ഉന്നതമാണ് എന്ന് കരുതിയിരുന്നതായ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ നോക്കി പരിശുദ്ധാത്മാവിൽ എബ്രായലേഖന കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നോ 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 നോ, നിങ്ങളുടെ പാരമ്പര്യമല്ല വലുത്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ആചരിച്ച അനുഷ്ഠാനങ്ങളല്ല വലുത്, നിങ്ങളുടെ യഹൂദ മതം അല്ല വലുത്, നിങ്ങളുടെ പിതാക്കന്മാരല്ല വലുത്, നിങ്ങൾ വലിയ ഹീറോസായി, നിങ്ങൾ വലിയ നേതാക്കന്മാരായി ഉന്നതരായി കണ്ടതായ ഭക്തന്മാരല്ല വലുത്. അവരെല്ലാവരും നല്ലവരാണ്, അവരെല്ലാവരും ജയിച്ചവരാണ്, അവരെല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാണ്. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ തോൽക്കാതെ ദൈവകൃപയാൽ ജയിച്ചത്. പക്ഷെ അവർ ജയിച്ചെങ്കിൽ നിങ്ങളെ ജയിപ്പിക്കുന്ന ഒരുവനെ ഞാൻ കാണിച്ചു തരാം. അവർ ജയിച്ചു. അവർ ജയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്നാ ഛേദം? അവർ ജയിച്ചത് കൊണ്ട് നിങ്ങൾ ജയിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ തോൽക്കാൻ പോകുന്നില്ല. ഒരാളുമായി നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നവരല്ല. തോൽക്കുന്ന സകല സാഹചര്യങ്ങളിലും നിങ്ങൾ ജയിച്ച് നിൽക്കാൻ വേണ്ടി പോകുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. ആ 12 കാര്യം ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. അവൻ മോശയേക്കാൾ വലിയവൻ, അവൻ അഹ്റോനേക്കാൾ വലിയവൻ, അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവൻ, അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ, അവൻ യോശുവയേക്കാൾ വലിയവൻ, അവൻ മൽക്കീഷേദക്കിനേക്കാൾ വലിയവൻ, അവൻ പഴയ നിയമത്തെക്കാൾ വലിയവൻ, അവൻ സ്തോത്രം പഴയ നിയമത്തെക്കാൾ, അതെ പഴയ നിയമത്തിൻ്റെ സാക്രിഫൈസസ് യാഗങ്ങളെക്കാൾ കർത്താവ് വലിയവൻ, കർത്താവ് സമാഗമന കൂടാരങ്ങളെക്കാൾ കർത്താവ് യേശു വലിയവൻ, ഹീറോസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസ വീരന്മാരെക്കാൾ കർത്താവ് വലിയവൻ. യേശു കർത്താവ് സ്തോത്രം മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളതായ അതെ സകല പട്ടണങ്ങളെക്കാൾ ജീവിത ശൈലിയേക്കാൾ അവൻ വലിയവൻ അത്രേ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സോ ബെറ്റർ സിറ്റിക്ക് വേണ്ടി, ബെറ്റർ ആയിട്ടുള്ള ഒരു കൺട്രിക്ക് വേണ്ടി ഒരുവൻ കാത്തിരുന്നു എന്ന് എബ്രായലേഖനം 11-ാം അധ്യായം 8 മുതൽ 16 വരെ നമ്മൾ വായിച്ചു കേട്ടു. ആ മനുഷ്യൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാം ഒരു ബെറ്റർ സിറ്റിക്ക് വേണ്ടി, ബെറ്റർ കൺട്രിക്ക് വേണ്ടി, വാഗ്ദത്ത ദേശത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. അവൻ്റെ പേരാണ് അബ്രഹാം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി വേറെ ആരുമല്ല, യേശു തന്നെയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ, അതുപോലെ എഫെസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ, വാഴ്ചകളെക്കാൾ, അധികാരങ്ങളെക്കാൾ, ദൂതന്മാരെക്കാൾ സകല നാമത്തിനും മേലായ നാമം കർത്താവ് യേശുവിൻ്റെ നാമം തന്നെയാണ്.
ഇന്ന് പകലും നമുക്ക് പറയാൻ കഴിയും, പ്രവചനമല്ല വലുത്, രോഗശാന്തി അല്ല വലുത്, അതേ അന്യഭാഷ അല്ല വലുത്, ദൈവദാസന്മാരല്ല വലുത്, 5-fold മിനിസ്ട്രി അല്ല വലുത്, പാട്ടല്ല വലുത്, കൊയർ അല്ല വലുത്, ശുശ്രൂഷ അല്ല വലുത്. നമ്മുടെ ജീവിതത്തിലും എന്നും എപ്പോഴും എവിടെയും എന്നു ഉയർന്നിരിക്കുന്നവൻ കർത്താവ് യേശു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതായാലും കുഴപ്പമില്ല, യേശു വലുതാകട്ടെ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. സോ യേശുവിൻ്റെ നാമമാണ് സകല നാമത്തിന് മേലായ നാമം. നമ്പർ 2, രണ്ടാമത് യേശു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഹെസിറ്റേഷൻ കൂടാതെ, മടി കൂടാതെ എനിക്ക് പറയാൻ കഴിയും അബ്രഹാമാണ്. കാരണം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഒരിക്കൽ കൂടെ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. മൂന്നാമത് ആര് എന്ന് ചോദിച്ചാൽ എൻ്റെ നിർവചനത്തിൽ, എൻ്റെ അഭിപ്രായമാണ്, മേ ബി നിങ്ങൾക്ക് വ്യത്യസ്തമായ വേറൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം. വേദപുസ്തകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സ്തോത്രം, തോറ ദൈവവചനം ഈ ഭൂമിയിലേക്ക് പ്രാപിച്ചു കൊണ്ടുവന്ന ഒരു മോശയാണ്. നാലാമത് ആര് എന്ന് ചോദിച്ചാൽ നാലാമത്തെ വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വ്യത്യാസമായിരിക്കാം. നാലാമത് സ്തോത്രം പുതിയ നിയമസഭയ്ക്ക് ഡോക്ട്രിൻസ് ഉപദേശങ്ങളെ പ്രാപിച്ച വെളിപ്പാടിൻ്റെ അപ്പോസ്തലനായ പൗലൂസാണ്. സ്തോത്രം. സോ ഒന്നാമത് യേശു, രണ്ടാമത് അബ്രഹാം, മൂന്നാമത് മോശ, നാലാമത് പൗലൂസ് എന്നാണ് ബ്രദർ സുരേഷ് ബാബു പറഞ്ഞത്. നിങ്ങളത് എഗ്രി ചെയ്യണമെന്നില്ല, നിങ്ങളത് എഗ്രി ചെയ്യത്തില്ല, നിങ്ങളത് സമ്മതിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാതൊന്നും ഇരിക്കത്തില്ല. സ്തോത്രം. അതെ, അവിടെ ചെല്ലുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ആരെയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ മാർഗ്ഗം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ഉത്തരങ്ങളുണ്ട്. പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. ലുക്കിംഗ് ഫോർ ദ സിറ്റി. സോ അബ്രഹാം 75-ാമത്തെ വയസ്സിലാണ് ആ മനുഷ്യനെ ദൈവം വിളിച്ചത്. 75-ാമത്തെ വയസ്സിൽ സ്തോത്രം അബ്രാമിനെ തന്നെ വിളിക്കുമ്പോൾ തൻ്റെ പേര് അബ്രാം. എല്ലാവരും പറഞ്ഞാട്ടെ മക്കളെ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? അബ്രാം. 175-ാമത്തെ വയസ്സിലാണ് താൻ മരിച്ചത്. സോ 100 years, ഒരു നൂറ്റാണ്ട് ഒരു നദി ഒഴുകിയതുപോലെ ദൈവത്തോട് കൂടെ നടന്നതായ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതായ, ദൈവത്താൽ മാനിക്കപ്പെട്ട, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട സ്തോത്രം വിശ്വാസികളുടെ പിതാവായ ഒരു മനുഷ്യനായിരുന്നു സ്തോത്രം അതേ അബ്രഹാം. 100 വർഷക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവമായ കർത്താവ് ആ മനുഷ്യനെ പ്രയോജനപ്പെടുത്തി. വിശ്വാസികളെ പിതാവ്, വിശ്വാസികളെ പിതാവ്. പക്ഷെ വിശ്വാസികളെ പിതാവ് എന്ന് പറഞ്ഞ് ഏതോ വലിയ കുടുംബം, ഏതോ വലിയ കുലം, ഏതോ ഉന്നതമായ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് തന്നെ നമുക്കൊരിക്കലും എക്സാജുറേറ്റ് ചെയ്ത് വലിയൊരളവിൽ നിർത്താനൊന്നും പറ്റത്തില്ല. കാരണം യോശുവ ഒരു ദിവസം പറഞ്ഞു, സ്തോത്രം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. യോശുവ ഇപ്രകാരം പറഞ്ഞു, ഹി വാസ് എ പേഗൻ. ജാതികളുടെ നടുവിൽ നിന്ന്, സ്തോത്രം, അന്യാരാധനയുടെ നടുവിൽ നിന്നാണ്, വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്നാണ് ഈ മനുഷ്യനെ സ്തോത്രം അതേ ദൈവം തിരഞ്ഞെടുത്തത്. ഈ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തത് അന്യാരാധനയുടെ നടുവിൽ നിന്നാണ് ഈ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തത്. സ്തോത്രം. നിങ്ങൾ നോക്കുമ്പോൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു, ബലം ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സോ അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെ പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. കേക്ക്, അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ മനുഷ്യനെ, ആരെ, അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. നിങ്ങൾ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 11 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ ബാബേൽ ടവർ അവിടെ ഉയർന്നിരിക്കുന്നു, ബാബേൽ ഗോപുരം ഉയർന്നിരിക്കുന്നു. അതൊരു അനുസരണക്കേടിൻ്റെ, അല്ലെങ്കിൽ അതൊരു നിഗളത്തിൻ്റെ, അല്ലെങ്കിൽ പ്രൈഡിൻ്റെ, സ്തോത്രം അഹങ്കാരത്തിൻ്റെ ഒരു ചിഹ്നമാണ് ബാബേൽ ഗോപുരം. മറ്റൊരു ചിഹ്നം എന്തോ ചോദിച്ചാൽ അന്യാരാധനയാൽ നിറയപ്പെട്ടതായ ഒരു സ്ഥലമാണ് സ്തോത്രം ആ സ്ഥലം, മെസൊപ്പൊത്താമിയ. അന്യാരാധനയാൽ നിറയപ്പെട്ടിരുന്നു. വിഗ്രഹങ്ങളാൽ ആ റീജൻ, ആ പ്രദേശം മുഴുവൻ നിറയപ്പെട്ടിരിക്കുന്നു. അന്യാരാധനയാൽ നിറഞ്ഞ് സ്തോത്രം ഇവിടെ ഒരു വിടുതൽ നടക്കത്തില്ല, ഇവിടെ നാര് വിശ്വാസത്തിൽ വരത്തില്ല. പാതിരാത്രിയിൽ എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുന്നത് അതുപോലെ ഇരുട്ടിൻ്റെ ശക്തി ഇതാ സ്തോത്രം കുടികൊത്തി വാഴുകയാണ്.
ഇതാ എവിടെ നോക്കിയാലും അന്യാരാധനയുടെ കോട്ട കൊണ്ട് ആ ദേശം നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിലോ ഈ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലോ ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളോ നിങ്ങൾക്ക് പറവാൻ കഴിയും, ഇതിനകത്ത് നിന്ന് ഒറ്റയെണ്ണം പോലും രക്ഷപ്പെടത്തില്ല, ഇതിനകത്തുള്ള ഒരാൾ പോലും രക്ഷിക്കപ്പെടത്തില്ല, ഇവിടെ ഒരു ചർച്ച് ഉണ്ടാകത്തില്ല, ഇവിടെ ഒരു മിഷൻ വർക്ക് നടക്കത്തില്ല, ഇവിടെ ഒരു വിടുതലും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. ശ്രദ്ധിച്ചു കേൾക്ക്. കാലമുണ്ടായ ദിവസങ്ങൾ തുടങ്ങി ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. ഒരിക്കൽ കൂടെ, നൂറ്റാണ്ടുകളായി അന്ധകാര ശക്തികൾ കാവൽ നിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ സാഹചര്യം പറവാനല്ല ഞാൻ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ ദൂത് പറയട്ടെ, മനുഷ്യന്റെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സംസാരിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏത് ഇരുട്ടിന്റെ കോട്ടയം നോക്കി, ഹലോ ഹലോ ചെകുത്താനെ, നിന്റെ വീട്ടിൽ നിന്റെ നാട്ടിൽ ഞാൻ വന്ന് അവനോട് 2 മിനിറ്റ് സംസാരിച്ചോട്ടോ എന്ന് ചോദിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന് ചലിപ്പാൻ ഒരു ഭൂതത്താന്റെ പെർമിഷൻ വേണ്ട. ദൈവം ഒരു പാസ്റ്ററോടും കമ്മിറ്റിയോടും ഡീക്കനോടും കൗൺസിലിനോടും ചോദിക്കത്തില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഇന്ന് പകലും ഊതുന്നു. ദൈവത്തിന് ഏത് ദേശത്തിലും ചലിക്കാൻ കഴിയും, ഏത് തറവാടിനെയും ദൈവത്തിന് സ്നാന ജലത്തിലേക്ക് ഇറക്കാൻ കഴിയും. ഓ കം ഓൺ. ഏത് വ്യക്തിയെയും ദൈവത്തിന് തൻ്റെ കൃപയിലേക്ക് ആകർഷിക്കാൻ കഴിയും. പട്ടണത്തെ നോക്കി ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ രക്ഷിതാവിന് ആരെയും ഏത് കുടുംബങ്ങളെയും തന്നിലേക്ക് ആകർഷിപ്പാൻ ഗുണം കഴിയും. മെസൊപ്പൊത്താമിയ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് സ്തെഫാനോസ് പ്രസംഗിച്ച് പറയുകയാണ്. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി 7:2 സ്തെഫാനോസ് പറയുന്നു, തേജോമയനായ ദൈവം മെസൊപ്പൊത്താമിയയിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനായി. ഇരുട്ടിന്റെ കോട്ടകളാണ്. ഒന്ന് കണ്ടാട്ടെ, ഒന്ന് കണ്ടിരുന്നാട്ടെ, കണ്ണൊക്കെ തുറന്ന്, ഹൃദയ കണ്ണ് തുറന്ന് ഒന്ന് കണ്ടാട്ടെ. എവിടെയും അന്യാരാധനയാണ്, എവിടെയും സ്തോത്രം ദുർഭൂതങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഒന്നുപോലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ലൂസിഫർ തന്റെ അജണ്ട ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഇതാ തേജോമയനായ ദൈവം പ്രത്യക്ഷനായി ഇറങ്ങി നിന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം മാത്രം കണ്ടു എന്നല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. സ്തോത്രം. അതേ, തേരഹിന്റെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട പലർ ചലിക്കത്തക്ക ക്രമത്തിൽ ദൈവം അബ്രാമിന് പ്രത്യക്ഷമായി. ഞാൻ കൃത്യമായ ഒരു ദൂത് പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്, നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നത്, ചിലതിന്റെ വിടുതൽ അവനിൽ മാത്രം ഒതുങ്ങത്തില്ല. Come on. എല്ലാ അങ്കിളുമാരും സ്തോത്രം പറഞ്ഞാട്ട്, എല്ലാ സഹോദരന്മാരും ഇന്ന് പകൽ കത്തി ആരാധിപ്പാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിയിരുന്നാട്ട്. ചിലതിന്റെ വിടുതൽ അവനിൽ മാത്രം ഒതുങ്ങത്തില്ല. ബ്രദർ, നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. അബ്രഹാം വന്നപ്പോൾ കൂടെ ചിലതിനെ കൂടെ സ്വാധീനിച്ചതുപോലെ in the name of Jesus, നിന്റെ സ്നാനം, നിന്റെ അഭിഷേകം, നിന്റെ ബന്ധുക്കളെ, നിന്റെ സുഹൃത്തുക്കളെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരു മണിക്കൂറിലാണ് നീ ജീവിക്കുന്നത്. In Jesus name. Hallelujah. വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, അവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന ആ സ്ഥാനത്ത് മെസൊപ്പൊത്താമിയയിൽ ദൈവം ഒരു മുറി വിശ്വാസിയെ തന്നു എന്നല്ല ഞാൻ പറയുന്നത്. പകരം സ്തോത്രം, അതെ, ദൈവം ഒരു വിശ്വാസിയല്ല, പകരം ഒരു പ്രീച്ചറിനെ അല്ല, പകരം അങ്ങേയറ്റം വിശ്വാസികളെ പിതാവിനെ, ഓ കം ഓൺ, അങ്ങേയറ്റം കിടന്ന ഒരു ദേശത്തിൽ നിന്ന് ഇങ്ങേ അറ്റത്തിന്റെ ഒരു VIP ദൈവം പോക്കിയെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഈ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല, ഈ വ്യക്തിയിലൊന്നും സംഭവിക്കത്തില്ലെന്ന് നീ പറയുന്നെങ്കിൽ come on, in Jesus name, അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്ത് തന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തി. അവൻ വിശ്വാസിയായിട്ടല്ല, പ്രീച്ചറായിട്ടല്ല, എവാഞ്ചലിസ്റ്റ് ആയിട്ടല്ല, പകരം much greater than that, he became the second greatest important person in the Holy Scripture.
ദൈവവചനത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി അബ്രാം തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയെ ആരംഭിച്ച്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇതൊരു യാത്രയാണ്. ഇതൊരു യാത്രയാണ്. വിശ്വാസ ജീവിതം ഒരു യാത്രയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്, വിശ്വാസ ജീവിതം ഒരു യാത്രയാണ്. നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റി, നിന്നെ തന്നോട് കൂടെ അവൻ യാത്ര ചെയ്യിപ്പിക്കുന്നു. ഈ യാത്രയിൽ മയക്കം പാടില്ല, ഈ യാത്രയിൽ ഉറക്കം പാടില്ല. കമാൺ, വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവിശ്വാസത്തെ ദൈവം മാറ്റി. ദൈവം പ്രത്യക്ഷനായി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവിശ്വാസം മാറി എൻ്റെ ഉള്ളിൽ അല്പവിശ്വാസത്തെ കൊടുത്ത് അവിശ്വാസത്തെ വലിയ വിശ്വാസമാക്കി. ശബ്ദത്തെ കേൾപ്പിച്ച്, വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. റോമർ 10:17. അവൻ്റെ ഉള്ളിലുള്ളതായ അവിശ്വാസത്തെ മാറ്റി അല്പവിശ്വാസത്തിലേക്ക് നടത്തി. ശബ്ദത്തെ, വചനത്തെ കേൾപ്പിച്ച് വിശ്വാസിയാക്കി വളർത്തി, വലിയ വിശ്വാസിയാക്കി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവിശ്വാസം മാറ്റി അല്പവിശ്വാസം കൊടുത്ത് വിശ്വാസത്തിൽ വളർത്തി വലിയ വിശ്വാസമാക്കി. ശോധനയുടെ, വേദനയുടെ തീച്ചൂളയിലൂടെ കടത്തിവിട്ട് അതിപരിശുദ്ധ വിശ്വാസമാക്കി. അതിപരിശുദ്ധ വിശ്വാസമാക്കി അവനെ സ്തോത്രം ജയിച്ച, വിക്ടറി സ്റ്റാൻഡിൽ നിർത്തിയ ഒരു വിശ്വാസികളെ പിതാവാകെ. ഇന്ന് പകൽ ആരോടോ ഏതോ കുടുംബങ്ങളോടോ പറയുന്നു, ചിലതിലൂടെ ദൈവം നിന്നെ കയറ്റി ഇറക്കുന്നത്, ചില തീച്ചുളകളുടെ പെരുവെള്ളത്തിലൂടെ കയറ്റി ഇറക്കുന്നത് നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നിന്റെ പ്രമോഷന് വേണ്ടിയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. തിരുവചനം പറയുന്നു, അങ്ങനെ വിശ്വാസികളെ പിതാവാക്കി. സ്തോത്രം. ദൈവം അവനെ മാനിച്ചു. പ്രിയ സഹോദരി സഹോദരന്മാരെ, എബ്രായ ലേഖനം 11:6 പറയുന്നു, വിത്തൗട്ട് ഫെയ്ത്ത്, അതേ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾക്ക് കിലോ കണക്കിന് അതേ ദശാംശം കൊടുക്കാം, കിൻഡൽ കണക്കിന് സ്തോത്രക്കാഴ്ച കൊടുക്കാം, ദാനധർമ്മങ്ങൾ കൊടുക്കാം, നിങ്ങൾക്ക് ആഭരണം മാറ്റാം, മാറ്റിയത് നിങ്ങൾക്ക് തിരിച്ചിടാം, നിങ്ങൾക്ക് കളർ വസ്ത്രമിടാം, നിങ്ങൾക്ക് വെള്ള വസ്ത്രമിടാം. പക്ഷേ ദൈവം പ്രസാദിക്കണമെങ്കിൽ, വിശ്വാസത്തിൻ്റെ നായകനായ, വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം പ്രസാദിക്കണമെങ്കിൽ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. മർക്കോസ് 11:22 പറയുന്നു, ഹാവ് ഗോഡ്സ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. സ്കോട്ട്ഫീൽഡ് ബൈബിൾ പറയുകയാണ്, സ്തോത്രം, അതെ, ദൈവത്തിൻ്റേതുപോലെയുള്ള ഒരു വിശ്വാസം. മീനിങ്, ദൈവത്തിൽ അവിശ്വാസമില്ല, ദൈവത്തിൽ നിരാശയില്ല, ദൈവത്തിൽ ഭയമില്ല, ദൈവത്തിൽ കൺഫ്യൂഷനില്ല. സർവശക്തനായ ദൈവത്തിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ. നിരാശ നിനക്ക് വേണ്ട, ഭയം നിനക്ക് പോകട്ടെ, കൺഫ്യൂഷൻ മാറട്ടെ, അവിശ്വാസം നീങ്ങട്ടെ. പകരം യേശുവിന്റെ നാമത്തിൽ കടുക് മണി പോലെയുള്ള വിശ്വാസത്തിൽ ഈ ജനം ഇന്ന് പകൽക്കാലം നിറയപ്പെടട്ടെ. അങ്ങനെ ദൈവത്തോടു കൂടെ തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ചു. അണ്ടർലൈൻ, വളരെ ഫുട് നോട്ടായി എഴുതിയെടുക്കുക. ഈ യാത്രയിൽ ഞാൻ ക്ഷീണിക്കാൻ പാടില്ല. തളരാത്ത ഒരു നടപ്പ്, ക്ഷീണിക്കാത്ത ഒരു ഓട്ടം. ഒരിക്കൽ കൂടെ, തളരാത്ത ഒരു നടപ്പ്, ക്ഷീണിക്കാത്ത ഒരു ഓട്ടം. ആരെങ്കിലും ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. തളരാത്ത ഒരു നടപ്പിനായി, ക്ഷീണിക്കാത്ത ഒരു ഓട്ടത്തിനായി ദൈവം നിന്നെ ക്ഷണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തളരുന്ന ഒത്തിരി പേരെ നീ കണ്ടേക്കാം, പിന്മാറിയ ഒത്തിരി പേരെ കണ്ടേക്കാം. പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ തളർച്ച നിനക്ക് ഇല്ല. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 13-ാം വാക്യത്തിൽ ഓൾറെഡി നമ്മൾ വായിച്ചു കേട്ടു. അവൻ ഈ ലോകത്തിൽ, സ്തോത്രം, അവനൊരു പരദേശിയായിരുന്നു. നോക്കിയ സെക്കൻഡ് പാർട്ട്, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്. അന്യരാണ്, ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്. ശബ്ദം ഉയർത്തി അടുത്ത വാക്ക് പറഞ്ഞാട്ടെ. പരദേശികളാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ആരാണ്? പരദേശി, പിൽഗ്രിം, പരദേശി ആണ്. എത്ര പേർ വായിച്ചിട്ടുണ്ട്? പരദേശി മോക്ഷയാത്ര വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. പരദേശി മോക്ഷയാത്ര വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മൈ ഗുഡ്നസ്, വണ്ടർഫുൾ പീപ്പിൾ. ജോൺ ബനിയൻ്റെ പരദേശി മോക്ഷയാത്ര നിങ്ങൾ വായിച്ചിട്ട്, ഇത്രയും പേര് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വായിക്കാത്ത എനിക്ക് നാണം തോന്നത്തില്ലേ? Come on, hallelujah. Yes, എൻ്റെ അലമാരിയിൽ പൊടി പിടിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്നല്ല, സമയം കിട്ടുമ്പോൾ ഞാൻ വായിക്കും. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്, മുഴുവൻ വായിച്ചിട്ടില്ല. റിയലി സോറി. ഹല്ലേലൂയ. പക്ഷേ പരദേശി മോക്ഷയാത്ര
കേൾക്കണം, ഏറ്റവും വലിയ കാര്യങ്ങളും വലിയ വെളിപ്പാടുകളും ദൈവം കൊടുക്കുന്നത് പലപ്പോഴും നല്ല കാലത്തല്ല. ജോൺ ബനിയൻ്റെ ഭാര്യ മരിച്ചു. ജോൺ ബനിയൻ്റെ ഭാര്യ മരിച്ച് തനിക്കൊരു മകളുണ്ടായിരുന്നു. ആ മകൾ അനാഥയായി പോകും. ആ കുഞ്ഞ് എന്നെ നോക്കാൻ ആളില്ല. കാരണം ജോൺ ബനിയൻ അന്ന് ജയിലിലായി. സത്യസുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് താൻ സ്തോത്രം ജയിലിൽ പോയി. മക്കൾക്കൊക്കെ നല്ലൊരു കഥ പറയാം. സത്യസുവിശേഷം പറഞ്ഞതുകൊണ്ട് ജോൺ ബനിയൻ ജയിലിലായി. തനിക്കൊരു മകളുണ്ട്. ഈ ബഹളമുണ്ടാക്കുന്ന പ്രായത്തിൽ തനിക്കൊരു മകളുണ്ടായിരുന്നു. ആ മകളെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമല്ലോ. തൻ്റെ അകന്ന സുഹൃത്തിൽപ്പെട്ടതായ അല്ലെങ്കിൽ പരിചയത്തിലുള്ളതായ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം ഈ മകളെ കൊണ്ടുവന്ന് സ്തോത്രം അപ്പനെ കാണിക്കും. അപ്പോൾ അപ്പനാണെങ്കിൽ ജോൺ ബനിയൻ ഈ കുഞ്ഞോടോട് ഭയങ്കര 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 എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് സ്തോത്രം ഈ മകൾ തന്നെ കാണാൻ വരുമ്പോൾ 2 മണിക്കൂർ സമയമുണ്ട്. ആ കുഞ്ഞിനോട് പറവാൻ അദ്ദേഹം ഒരു കഥ ഇങ്ങനെ എഴുതി ഉണ്ടാക്കും. സ്തോത്രം ചെറിയൊരു പേപ്പറിൽ അദ്ദേഹം എഴുതി വെക്കും. ചെറിയൊരു പേപ്പറിൽ പടമൊക്കെ വരച്ച് താൻ എഴുതി വെക്കും. ആ സ്ത്രീ ആ കുഞ്ഞുമായി കടന്നു വരും. ആ കുഞ്ഞിനെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി ഈ കഥ പറഞ്ഞു കൊടുക്കും. അല്പം അകന്ന് മാറി ആ സ്ത്രീയും ആ കഥ കേട്ടുകൊണ്ടിരിക്കും. കഥയെല്ലാം പറഞ്ഞ് തീരാറാകുമ്പോഴേക്കും 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സ്തോത്രം പോലീസുകാരൻ എന്ന് പറയും, ഓക്കെ ടൈം ഈസ് ഓവർ, സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ ചുരുട്ടി ജോൺ ബനിയൻ ആ ജയിലിൻ്റെ ആ വിസിറ്റിംഗ് റൂമിൻ്റെ ഒരു കോർണറിൽ എറിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകും. പക്ഷേ ജോൺ ബനിയൻ പോയി കഴിയുമ്പോൾ ആ സ്ത്രീ, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന സ്ത്രീ ഉണ്ടല്ലോ, അവൾ ആ പേപ്പർ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഈ കേട്ടത് മുഴുവൻ അവൾ ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ നന്നായി എഴുതി. ജോൺ ബനിയൻ അല്ല എഴുതിയത്, അത് കേട്ട സഹോദരിയാണ് എഴുതിയത്. പിന്നത്തേത് ജോൺ ബനിയൻ മരിച്ചു. ജോൺ ബനിയൻ മരിച്ചപ്പോൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. സ്തോത്രം. ജോൺ ബനിയൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് പരദേശി മോക്ഷയാത്ര പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മരണത്തിന് ശേഷമായിരിക്കാം. ഓ, ആരോട് പറയാം? കമാൻ. ഹല്ലേലൂയ. സക്സസ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷമായിരിക്കാം. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്ത് ശക്തമായി പറയട്ടെ. അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ ദിവസവും ജീവിതം നമുക്ക് വേണ്ടിയല്ല, ജനലക്ഷങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവസന്നിധികൾ ജീവിച്ചാട്. എന്നെ കണ്ടിട്ടില്ലാത്തവരെ പോലും, ഞാൻ കണ്ടിട്ടില്ലാത്തവരെ പോലും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതമാകട്ടെ എൻ്റെ ക്രിസ്തീയ ജീവിതം. ജോൺ ബനിയനെ നമ്മൾ കണ്ടില്ല, ജോൺ ബനിയൻ നമ്മളെയും കണ്ടില്ല, നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല, അദ്ദേഹം നമ്മളെയും കണ്ടില്ല. പക്ഷേ പരദേശി മോക്ഷയാത്ര ഒരു 2ാം ബൈബിളായി ഇന്ന് ജനലക്ഷങ്ങളെ, ദശലക്ഷങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ വിഷയം ഇതാണ്. അബ്രഹാം പറയുന്നു, തങ്ങൾ അന്യരാണ്, തങ്ങൾ പരദേശികളാണ്. അർത്ഥം സ്തോത്രം, ഞാൻ ഈ ലോകത്തിൻ്റെ സ്വന്തം അല്ല, ഞാൻ ഈ ലോകത്തിൽ സ്തോത്രം പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ലോകത്തിൽ ഒരു സ്തോത്രം തീർത്ഥയാത്രക്കാരൻ, ഒരു യാത്രികൻ മാത്രമാണ്. സോ അബ്രഹാമിന്റെ വിശ്വാസം, ഒന്നാമത്തെ ആ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഞാൻ പേര് കൊടുക്കുന്നു, അതൊരു പരദേശ വിശ്വാസമാണ്. പരദേശ വിശ്വാസമാണ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് സ്വന്തമായി ഇവിടെ ഒരു വീടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലമുണ്ടായിരിക്കാം, വാഹനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മറന്നു പോകരുത്, ഈ ലോകത്തിൽ നിങ്ങൾ പരദേശികളാണ്. ഈ ലോകത്തിൽ നിങ്ങൾ അന്യരല്ല, ഈ ലോകത്തിൽ നിങ്ങൾ പെർമനന്റ് അല്ല. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഐ എം നോട്ട് ദ സിറ്റിസൺ ഓഫ് ദിസ് വേൾഡ് ബട്ട് ഐ ആം ജസ്റ്റ് പാസിംഗ് ബൈ. ഞാൻ ഈ ലോകത്തിൽ, അതേ സ്തോത്രം, ലോകത്തിന് ഞാൻ സ്വന്തമല്ല, ഈ ലോകത്തിലൂടെ ഞാൻ കടന്നു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. അതെ, ഞാൻ ഈ ലോകത്തിൻ്റെ ആളല്ല, ഞാൻ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നതേ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾ എവിടത്തെ ആളാണ്? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം തിരുവചനം പറയുന്നു, we are the citizens of heaven. നമ്മൾ സ്വർഗത്തിന്റെ പൗരന്മാരത്രേ. മലയാള ബൈബിളിൽ പറയുന്നത് വളരെ കൃത്യമായി ഇങ്ങനെയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. ഒരിക്കൽ കൂടെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്വീകരിപ്പാൻ വീണ്ടും വരും. we are the citizens
സിറ്റിസൺസ് ഓഫ് ഹെവൻ. ഒരു വശത്ത് ഭൗതികമായി നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ഈ ഭാരതത്തിൻ്റെ പൗരന്മാർ ആയിരിക്കുമ്പോൾ തന്നെ, ആത്മീയരായിരിക്കുന്ന രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് പറവാൻ കഴിയും, ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, ഞാനിവിടെ സെറ്റിൽ ചെയ്തിട്ടില്ല, ഞാനിവിടെ പരദേശിയാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ പരദേശിയാണ്. മൂത്തുക പറഞ്ഞേ, ഞാൻ പരദേശിയാണ്. ഐ എം ജസ്റ്റ് പാസിംഗ് ബൈ. ഞാൻ പരദേശിയാണ്. ഞാൻ പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക്, സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് ഞാനിതാ മാറി മാറി പോകുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ കാണാൻ കഴിയുന്നത്, അബ്രഹാം മാറി മാറി കൂടാരം അടിച്ചു. അവൻ പാർത്തത്, സ്തോത്രം, ഏതോ ഒരു സ്റ്റാഗ്നേഷനിലല്ല, ഒരു പെർമനന്റ് വീട്ടിലല്ല അവൻ പാർത്തത്. അവൻ പരദേശിയായതുകൊണ്ട്, കമാൻ, അവൻ പരദേശിയായതുകൊണ്ട് അവൻ കൂടാരങ്ങളിൽ പാർത്തു. പലപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അബ്രഹാമിന് വീട് പണിയാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അബ്രഹാമിന് ഭയങ്കര പണമുണ്ടായിരുന്നു, നല്ല ധനവാനായിരുന്നു അബ്രഹാം. വീട് പണിവാൻ അവന് പണമുണ്ടായിരുന്നു. ടെക്നോളജി ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ബാബേൽ ടവർ പണിത കാലമാണ്. വീട് പണിവാൻ ടെക്നോളജി ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, ടെക്നോളജി ഉണ്ടായിരുന്നു. 3 ആൾക്കാരില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. 318 പേർ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ടവരായുണ്ട്. അവരോട് സ്തോത്രം, അതെ, എനിക്കൊരു വീട് പണിയണമെന്ന് പറഞ്ഞാൽ 3 ആഴ്ച മതി, അവന് നല്ലൊരു വീട്. ഇവരെല്ലാവരും കൂടെ ഇറങ്ങി നിന്ന് ഭയങ്കരമായിട്ട് പണിത് കൊടുത്തേനെ. അവന് മാൻ പവർ ഉണ്ട്, അവന് മണി പവർ ഉണ്ട്, അവന് ടെക്നോളജി ഉണ്ട്, അവന് കായിക ബലമുണ്ട്, അവന് പണമുണ്ട്, അവന് സ്തോത്രം സാങ്കേതികമായ വിദ്യകളുണ്ട്. പക്ഷേ എങ്കിലും അവൻ പറഞ്ഞു, നോ 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 നോ, ഞാൻ സ്റ്റാഗ്നേഷൻ അല്ല ജീവിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്തംഭനാവസ്ഥയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ സ്തോത്രം, അതേ, മൂവ്മെന്റിൽ ജീവിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സൂം മീറ്റിങ്ങിന് ഗംഭീരമായി സ്തോത്രം പാസ്റ്റർ രമേഷ് കോശിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ തൻ്റെ വാക്ക് കടമെടുത്ത് ഞാൻ പറയട്ടെ, ചർച്ച് ഒരിക്കലും സ്റ്റാഗ്നന്റ് ആകല്ല. നിങ്ങൾ എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. സഹോദരി സഹോദരനെ, നിന്റെ ജീവിതം ഒരിക്കലും സ്റ്റാഗ്നന്റ് ആകല്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് സ്റ്റാഗ്നന്റ് ആയിട്ടല്ല. നമ്മുടെ ദൈവം സ്റ്റാഗ്നേഷന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം സ്തംഭനാവസ്ഥയിൽ കിടക്കുന്നവനല്ല, പകരം ദൈവം ചലിക്കുന്നവനാണ്. ഓ, തിരുവചനം പറയുന്നു, വെള്ളത്തിൻ മീതെ ദൈവത്തിൻ്റെ ആത്മാവ്, പറ, വെള്ളത്തിൻ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകരം ദൈവം ചലിക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ പലരും ആ ചലനത്തെ വിട്ടുകളഞ്ഞിട്ട് സ്റ്റാഗ്നന്റ് ആയി പോയി. അതേ, സ്തോത്രം. ചിലർ വിസ കിട്ടിയപ്പോൾ സ്റ്റാഗ്നന്റ് ആയി, ചിലർ വീട് വെച്ചപ്പോൾ സ്റ്റാഗ്നന്റ് ആയി, ചിലർ കല്യാണം കഴിച്ചപ്പോൾ സ്റ്റാഗ്നന്റ് ആയി, ചിലർക്ക് സ്ഥാനം കിട്ടിയപ്പോൾ സ്റ്റാഗ്നന്റ് ആയി, ചില സഭകൾ കെട്ടിടം കിട്ടിയപ്പോൾ സ്റ്റാഗ്നന്റ് ആയി. പക്ഷേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മിലുള്ള, നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല സ്റ്റാഗ്നേഷനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തിട്ട് പകരം ദൈവകൃപകൾ ഞാൻ പറഞ്ഞട്ടെ, കമാൺ, മൂവ്മെന്റിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. മൂവ്മെന്റിനായി ദൈവം വിളിച്ചിരിക്കുന്നു. അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയ ഒരുവനുണ്ടായിരുന്നു, അവന്റെ പേരാണ് ലോത്ത്. എത്ര പേർക്കറിയാം ലോത്തിനെ കുറിച്ച്? അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയവനാണ് ലോത്ത്. ഓ, ലോത്ത് പല കാര്യങ്ങളും സ്റ്റാഗ്നന്റ് ആയിരുന്നു. നിന്റെ കൂടെ രക്ഷിക്കപ്പെട്ടവർ കാണും, നിന്റെ കൂടെ സ്നാനപ്പെട്ടവർ കാണും, നിന്റെ കൂടെ സുവിശേഷ വേല ചെയ്തു തുടങ്ങിയവർ കാണും. അവരെന്ത് ചെയ്തു നിനക്കത് വിഷയമല്ല. പലർ വീണ് കാണും, പലർ തൊലഞ്ഞു കാണും, പലർ സ്റ്റാഗ്നന്റ് ആയി കാണും. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അവർ സ്തംഭിക്കട്ടെ, അവർ സ്തംഭനാവസ്ഥയിൽ തുടരട്ടെ. പക്ഷേ ലോത്തല്ല നിനക്ക് മാതൃക. വിശ്വാസികൾ പിതാവായ അബ്രഹാം, he lived in the moment. ഓ, കമാൻ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ മൂവ്മെന്റിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള വിഷയത്തെ എനിക്കൊന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇന്ന് കർത്തൃമേശി കൊണ്ട് സമയമില്ല. സ്തോത്രമെങ്കിലും ചില കാര്യം, 1-2 കാര്യം ഞാൻ പറയട്ടെ. അബ്രഹാം ദൈവത്തെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. സ്തെഫാനോസ് പറഞ്ഞു, സ്തോത്രം, അതേ, സർവശക്തനായ ദൈവത്തെ കണ്ടിട്ടാണ് അബ്രഹാം ഇറങ്ങിയത്. സ്തോത്രം. എന്നാൽ ലോത്ത് ദൈവത്തെ കണ്ടിട്ടല്ല ഇറങ്ങിയത്. ദൈവത്തെ കണ്ടിറങ്ങിയ അബ്രഹാമിനെ കണ്ടിട്ടാണ് ലോത്ത് ഇറങ്ങിയത്. ഈ
തലമുറയിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആ ബ്രദറിനെ പോലെയാകണം, ഈ ദൈവദാസനെ പോലെയാകണം, മറ്റേ സെലിബ്രിറ്റി ഗോസ്പൽ പ്രീച്ചറിനെ പോലെയാകണം. നോ 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 നോ. ഇന്ന് ജീവിച്ച നാളെ കുഴിയിലോട്ട് ഇറങ്ങുന്ന മനുഷ്യനെ നോക്കിയല്ല നീ ഇറങ്ങേണ്ടത്. സ്തോത്രം. അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാണ് നീ മുന്നിലേക്ക് പോകേണ്ടത്. തിരുവചനം പറയുന്നു, സ്തോത്രം, അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കലാണ് ഇരുന്നത്. അബ്രഹാം കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരുന്നപ്പോൾ ലോത്ത് ഇരുന്നത് പട്ടണത്തിൻ്റെ വാതിക്കലാണ്. ഓ കമാൻ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. അബ്രഹാം അടങ്ങി ഒതുങ്ങി കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരുന്നപ്പോൾ ലോത്ത് രാഷ്ട്രീയം പറഞ്ഞും ക്രിക്കറ്റ് സ്കോർ പറഞ്ഞും ലോകകാര്യവും പറഞ്ഞ് പട്ടണവാതിക്കലാണ് ലോത്ത് ഇരുന്നത്. അബ്രഹാം ജീവിച്ചത് കാറ്റടിക്കുമ്പോൾ ചലിക്കുന്നതായ ഒരു അതേ കൂടാരത്തിലായിരുന്നു. ചലനമുള്ള കൂടാരത്തിലാണ് അബ്രഹാം പാർത്തത്. പക്ഷെ കെട്ടി ഉറപ്പിച്ചതായ ഒരു വീട്ടിലാണ് ലോത്ത് പാർത്തത്. ലോത്തിന് ചലനമില്ല. പലരും അമേരിക്ക പോയപ്പോൾ അവിടെ സെറ്റിലായി. പലരും ഗ്രീൻ കാർഡും ആ കാർഡും ഈ കാർഡും ഒക്കെ കിട്ടിയപ്പോൾ സെറ്റിലായി. പക്ഷേ സ്തോത്രം, ഈ തലമുറയിലുള്ള റെമനന്റ് പറയും, സ്തോത്രം, എലോൺ മസ്കിന്റെ വീട് എഴുതി തന്നാലും വൈറ്റ് ഹൗസിൽ എന്റെ പ്രമാണം ഏൽപ്പിച്ചാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, ബിൽ ഗേറ്റ്സിന്റെ മുഴുവൻ സ്വത്തിന്റെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞാലും, നോ, ഞാൻ ദാനത്തെ അല്ല തേടുന്നത്, ഞാൻ ദാതാവിനെയാണ് തേടുന്നത്. എനിക്ക് വേണ്ടിയത് സ്റ്റാഗ്നന്റ് അല്ല. ഈ തലമുറയിൽ ഞാൻ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുകയാണ്. കമാൺ കമാൺ കമാൺ. ഈ തലമുറയിൽ എന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും ചലിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് കേട്ടില്ല. ഈ തലമുറയിൽ ഒരു ചലനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഒരു ചലനം കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ തലമുറയിൽ ദൈവത്തിന്റെ ചലനം, ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ ചലനം കാണാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ് യേശുവിൻ്റെ നാമത്തിൽ. കാരണം ദൈവം ചലിക്കുന്നവനാണ്. അപ്പുറത്തെ നദി ഒഴുകുന്നു, ഈ ഹോളിന് പുറത്തിറങ്ങി നിന്നാൽ കാറ്റ് വീശുന്നു. തീയാണോ അത് സ്തോത്രം പടരുന്നു, തീയാണോ അത് പടർന്നുകൊണ്ടിരിക്കും, കാറ്റാണോ അത് വീശിക്കൊണ്ടിരിക്കും, നദിയാണോ അത് ഒരിക്കൽ കൂടെ, നദിയാണോ അത് ഒഴുകിക്കൊണ്ടിരിക്കും, കാറ്റാണോ അത് വീശിക്കൊണ്ടിരിക്കും, തീയാണോ പടർന്നുകൊണ്ടിരിക്കും, ദൈവമാണോ അവൻ ചലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിന് ട്രാൻസ്ഫർമേഷൻ എന്നോ റിവൈവൽ എന്നോ ഒക്കെ നിങ്ങൾ വിളിച്ചാട്ടെ, പക്ഷേ ദൈവം ചലിക്കുന്നു. ദൈവം ചലിക്കുമ്പോൾ ചേർന്ന് ചലിച്ചാട്ടെ. അതൊരു പരദേശ വിശ്വാസം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവത്തോട് ചേർന്ന് ചലിക്കുക. പറഞ്ഞേ, ദൈവത്തോട് ചേർന്ന് ചലിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പാടാൻ പറഞ്ഞാൽ ചേർന്ന് പാടിക്കോ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചേർന്ന് പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യാം. ആരാധിക്കാൻ പറഞ്ഞാൽ അതേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ചലനത്തിൽ ജീവിച്ചാട്ടെ. അതൊരു പരദേശ വിശ്വാസം അത്രേ. വീണ്ടും വേദപുസ്തകം പറയുന്നു, അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിക്കുന്നത്, അബ്രഹാമിന്റെ വിശ്വാസം അതൊരു സഹന വിശ്വാസമാണ്. സഹന വിശ്വാസം, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പേഷ്യൻ ഫെയ്ത്ത്. അതൊരു സഹന വിശ്വാസം, പേഷ്യൻസ്. അവൻ ക്ഷമയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ പിന്തുടർന്നു. ക്ഷമയോടെ കർത്താവിനെ പിന്തുടർന്നു അബ്രഹാം. സ്തോത്രം. അതേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി. സ്തോത്രം. വിശ്വാസത്തിന്റെ ആരംഭ സമയത്തെ തന്നെ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം പറ. അബ്രഹാം കേട്ട ഏറ്റവും വലിയ വാഗ്ദത്തം ഏതായിരുന്നു? അബ്രഹാം കേട്ട ഏറ്റവും വലിയ വാഗ്ദത്തം, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അതാണ് അബ്രഹാം കേട്ട ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്ന്. ബാക്കിയുള്ള എല്ലാം വാഗ്ദത്തമാണ്. ഞാൻ നിങ്ങളെ സ്തോത്രം അതേ തെറ്റ് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളിലൊന്നാണ് അത്. സ്തോത്രം. പക്ഷേ അബ്രഹാം ക്ഷമ നഷ്ടപ്പെട്ട, കർത്താവേ എന്തിയെ എന്ന് പറഞ്ഞ് സ്തോത്രം ദൈവത്തെ സംശയിച്ചില്ല. അവൻ ക്ഷമയോടെ കർത്താവിൻ്റെ സന്നിധികൾ സ്തോത്രം ദൈവകൃപയാൽ ഹല്ലേലൂയ ക്ഷമയോടെ താൻ പിന്തുടരുകയുണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ മനസ്സിലാക്കി, ദൈവം എന്നെ നോക്കി ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാടെ. റിയലി ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് എന്ന വാഗ്ദത്തം ഓർക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്. കൈ ഉയർത്താതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വാഗ്ദത്തം എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ടവർ പ്രാപിച്ചതെന്ന് അറിയാമോ? ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തം വരുന്നു. ഒരിക്കൽ കൂടെ
ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തം വരുന്നു. ഇന്ന് പകലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ആരാധന ദൈവത്തിന്റെ സിംഹാസനത്തെ തൊടുന്നതായ സമയത്ത് സ്വർഗത്തിന്റെ സ്റ്റോർ ഹൗസ് തുറന്നിട്ട് വാഗ്ദത്തം നിന്നിലേക്ക് കടന്നു വരികയാണ്. വാഗ്ദത്തം ദൈവം പറഞ്ഞു. വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ഓ, വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ മനസ്സിലാക്കണമേ, ആ വാഗ്ദത്തം പറഞ്ഞത് ദൈവമായതുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മരണം ഇല്ല. ഒരിക്കൽ കൂടെ എഴുതിയിട്ട് കാണാതെ പഠിക്ക്. The promises of God cannot die. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മരണം ഇല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മരണം ഇല്ല. പിതാവേ, മാതാവേ, നിന്നെ നോക്കി വാഗ്ദത്തം പറഞ്ഞ പ്രവാചകൻ മരിക്കുമായിരിക്കും. നിന്നോട് വാഗ്ദത്തം പറഞ്ഞ പ്രവാചകൻ മരിക്കുമായിരിക്കും. പക്ഷെ ആ പ്രവാചകൻ പറഞ്ഞ ദൂതുണ്ടല്ലോ, പ്രവാചകൻ പറഞ്ഞ ദൂത് അതൊരിക്കലും മരിക്കത്തില്ല. ഞാൻ ഓർക്കുന്നു 1990-കളുടെ ആരംഭത്തിൽ സ്തോത്രം കേരളത്തിൽ വളരെ കൃപയോടെ നിന്ന ഒരു ദൈവദാസനായിരുന്നു, അല്ലെങ്കിൽ പ്രവചന ശുശ്രൂഷയിൽ ശക്തമായി നിന്ന ദൈവദാസനായിരുന്നു വാര്യപ്പൻ യോനാച്ച്. അത് ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ അവിടെ ഒരു ഗ്ലാസ് വെള്ളം, ഒരുപക്ഷെ ഒരു 8 അടിയോ 6 അടിയോ അകലത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ ഇവിടെ നിന്ന് താൻ സംസാരിച്ചാൽ മതി, ആ വെള്ളം വെട്ടുമായിരുന്നു. ഓ, കം ഓൺ. അദ്ദേഹം പറഞ്ഞു, ഹുങ്കാര ശബ്ദത്തോടെ നിന്റെ ശബ്ദത്തിനൊരു വ്യാപ്തി ഞാൻ വർദ്ധിപ്പിച്ച് മൈതാനങ്ങളിൽ കാഹളനാദം പോലെ ജനത്തെ ഞാൻ കൂട്ടി, കടലിലേക്ക് ഇറങ്ങുമ്പോൾ ചാകര കിട്ടുന്നത് പോലെ. അദ്ദേഹം പറഞ്ഞു, മോനെ, ഏതൊരു യാത്രയ്ക്കും തിരകിട തള്ളലുണ്ടെങ്കിൽ നിന്റെ വല നിറയുന്നതായ പ്രവൃത്തിയും അപ്പുറത്തുണ്ട്. തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ഇതെങ്ങനെ നടക്കാനാ എന്ന് നോക്കി. പക്ഷേ ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എക്സാക്ട്ലി അങ്ങനെ സംഭവിച്ചു. അപ്പോഴേക്കും പ്രവാചകനില്ല. പ്രവാചകൻ 94-ൽ പ്രവാചകൻ മരിച്ചു. പ്രവാചകൻ മരിച്ചാലും ദൂത് മരിക്കത്തില്ല. ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. ഒരു ദൂത് പറയട്ടെ, നിങ്ങളെ നോക്കി ഒരു ദൂത് പറയട്ടെ. കുടുംബങ്ങളെ കേൾക്ക്, വ്യക്തികളെ കേൾക്ക്. പെയ്യാൻ കൊതിച്ചു നിൽക്കുന്ന മഴ പോലെ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഈ ആഴ്ചകളിൽ, ഈ മാസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഇതാ വെളിപ്പെടുകയാണ്. ക്ഷമയോടെ കാത്തിരിക്ക്. വില കൊടുത്ത് ആരാധിക്കുന്നവരെ, വില കൊടുത്ത കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി വന്നവരെ, തീയുണ്ട്, വെള്ളമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, മുറിവുണ്ട്, പരിഹാസമുണ്ട്. പക്ഷേ ക്ഷമയോടെ, ക്ഷമയോടെ പിടിച്ചു നില്ല്. അല്പം കൂടെയുള്ളൂ. ക്ഷമയോടെ പിടിച്ചു നില്ല്. ഇതാ ഒരു ജയത്തിന്റെ വാതിക്കൽ ദൈവം തന്നെ നിർത്തിയിരിക്കുന്നു. ഒരു ജയത്തിന്റെ കൊടി നീ ഉയരുന്നത് കാണുവാൻ പോകുന്നു. ക്ഷമയോടെ കാത്തിരുന്നേ. തിരുവചനം പറയുന്നു, അബ്രാഹാമിന്റെ ദൈവമായ കർത്താവ് തന്റെ പാരമ്പര്യ പട്ടണമാകുന്ന സ്തോത്രം മെസൊപ്പൊത്താമിയിൽ നിന്ന് വിളിച്ചപ്പോൾ 3 കാര്യം അവനോട് വിടുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ പറയുന്നു ഉൽപ്പത്തി 12, 3 കാര്യം അവൻ വിട്ടു. ഹേ അബ്രഹാമേ, സ്തോത്രം, നിന്റെ പിതൃഭവനത്തെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ സ്വന്തം ജനത്തെ നീ വിട്ട്, 3 കാര്യത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. 3 കാര്യം വിട്ടു. 3 കാര്യം കർത്താവിന് വേണ്ടി അവൻ വിട്ടപ്പോൾ വചനം പറയുന്നു 7 കാര്യം കിട്ടി. Come on. ഹല്ലേലൂയ. 3 കാര്യം വിട്ട ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന ഏതോ വേണ്ടാത്തതിനെ നീ വിടുമ്പോൾ, ദൈവഹിതമില്ലാത്തത് നീ വിടുമ്പോൾ, കമോൺ, പാപത്തെ വിടുമ്പോൾ, അശുദ്ധിയെ, പിന്മാറ്റത്തെ വിടുമ്പോൾ,
രഹസ്യ ചുറ്റിക്കറകളെ നീ വിടുമ്പോൾ വിട്ടതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതാണ് നിന്റെ കയ്യിൽ കർത്താവ് എത്തിക്കുന്നത്. 7-fold blessing, 7 അനുഗ്രഹത്താൽ ദൈവം അബ്രാമിനെ സ്തോത്രം അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വെപ്രാളം കാണിക്കല്ലേ കുട്ടി. ക്ലോക്ക് നോക്കി നെടുവീർപ്പിടല്ല, കലണ്ടർ നോക്കി തല കറങ്ങല്ല. നിന്റെ ക്ലോക്കല്ല അപ്പച്ചൻ്റെ ക്ലോക്ക്, നിന്റെ കലണ്ടറല്ല അപ്പച്ചൻ്റെ കലണ്ടർ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ക്ലോക്കല്ല കർത്താവിൻ്റെ ക്ലോക്ക്, നിന്റെ കലണ്ടറല്ല കർത്താവിൻ്റെ കലണ്ടർ. എന്തോ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഡ്യൂ ടൈം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു തക്ക സമയം നിന്റെ ജീവിതത്തിലുണ്ട്. അവനൊരു ടൈമുണ്ട്. അവൻ നേരത്തെ വന്ന് ബോറടിപ്പിക്കത്തില്ല. അവൻ താമസിച്ച് വന്ന് സ്തോത്രം അതെ ലേറ്റാ എന്ന് പറയത്തില്ല. ഒരിക്കൽ കൂടെ അവൻ നേരത്തെ വന്ന് ബോറടിപ്പിക്കത്തില്ല. അവൻ താമസിച്ചു വന്ന് സോറി ലേറ്റായി എന്ന് പറയത്തില്ല. എന്നാൽ അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ. ഓ ലോർഡ്, ഓ ലോർഡ്, ഓ ലോർഡ്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ സംഭവിക്കട്ടെ. എല്ലാ യങ് ജനറേഷനിൽ സംഭവിക്കട്ടെ. എല്ലാ മക്കളിൽ അത് ഉണ്ടാകട്ടെ. തക്ക സമയങ്ങൾ ഉണ്ടാകട്ടെ. തക്ക സമയങ്ങൾ. ആടിയൊക്കെ കൈക്ക് പിടിച്ച് കർത്താവിൻ്റെ ദൂതന്മാർ ഒരു വാതിക്കലേക്ക് ചിലരെ കൊണ്ടുപോകുകയാണ്. ഒരു റൈറ്റ് ടൈം, ഒരു ന്യൂ ഓപ്പണിംഗ്, ഒരു റൈറ്റ് ടൈം, ഒരു ന്യൂ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. ക്ഷമയോടെ കാത്തിരിക്കുക. എന്നും കാത്തിരിപ്പല്ല, എന്നും കാത്തിരിപ്പല്ല, എന്നും കാത്തിരിപ്പല്ല. കരഞ്ഞ് ഉപവസിച്ച് കാത്തിരുന്നവർ വന്നിട്ടുണ്ടോ? കരഞ്ഞ് കാത്തിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? യഹോവയെ കാത്തിരിക്കുന്നവർ സ്തോത്രം ലജ്ജിച്ചു പോകത്തില്ല. 25:3 സങ്കീർത്തന, യഹോവയെ നിന്നെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. 40 സങ്കീർത്തന 1 മുതൽ താഴേക്ക്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പറ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും എന്നെ കയറ്റി. യേശുവിന്റെ നാമത്തിൽ കുഴച്ചിലുകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം പാറപ്പുറത്ത് നിൽക്കുവാൻ ചിലതിന്റെ കാലുകളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കാത്തിരിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ഏതോ വ്യക്തികളുടെ മേൽ ചില കാറ്റിങ്ങനെ കടന്നു പോകും ഞാൻ കാണുന്നു. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു തലോടൽ. The Holy Spirit is here. പരിശുദ്ധാത്മാവിന്റെ ഒരു തലോടൽ പോലെ. Come on, take it. Ramsekene hamvara rakuniasi. കൈയടിക്കേണ്ടവർ നന്നായി കരങ്ങളടിച്ചേ. ക്ഷമയോടെ കാത്തിരുന്നു. നിന്റെ അയൽവാസികൾ, നിന്റെ ബന്ധുക്കൾ, നിന്റെ ഇടതും വലതും മുൻപിലും പിരിവിലിരുന്ന് ആരാധിക്കുന്നവർ, അവർക്ക് പലതും പെട്ടെന്ന് കിട്ടിയപ്പോൾ നീ ചോദിച്ചു, എന്നാപ്പാ എന്ന് കർത്താവേ, എപ്പോൾ കർത്താവേ, എപ്പോൾ കർത്താവേ, എപ്പോഴാ നീ എന്നെ ഓർക്കുന്നത്? എപ്പോഴാ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? എപ്പോഴാ നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്? എപ്പോഴാണ് നീ കരുതലും മറുപടിയും എൻ്റെ ജീവിതത്തിലേക്ക് പകരുന്നത്? ശ്രദ്ധിക്ക്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യായിറോസ് അധികം കാത്തിരുന്നില്ല. നിലവിലെ വിധവ പറയും, യായിറോസെ നിനക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ, യായിറോസെ നിനക്ക് പെട്ടെന്ന് കിട്ടി. എന്നാൽ നയിലെ വിധവ പറയും, എനിക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വന്നു. ആരോ പറയുന്നു എനിക്ക് പെട്ടെന്ന് കിട്ടി. പക്ഷെ ചിലർ പറയുന്നു നോ എനിക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് മാർത്തയുടെയും മറിയയുടെയും ക്ലബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മാർത്തയുടെയും മറിയയുടെയും ക്ലബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും, ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആ 3.5 വർഷത്തെ ശുശ്രൂഷയിലെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഞങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഞങ്ങളാണ്. എന്നാൽ ഈ വിശുദ്ധ പുസ്തകം ഉയർത്തി ഗ്യാരണ്ടി ചെയ്യാൻ ഞാൻ പറയട്ടെ, അധികം കാത്തിരുന്നത് അധികം മഹത്വത്തിന് കാരണമായി.
ഓ ഗ്ലോറി. അധികം കാത്തിരുന്നത്, അധികം ഈ മൈക്ക് വിട്ട് ഈ ഹാളിലേക്ക് ഇറങ്ങി ചിലതിന്റെ തലയ്ക്ക് പിടിച്ചെന്ന് പ്രവചിച്ചെങ്കിൽ കൊള്ളാമായിരുന്ന കുട്ടി, മോനെ, അങ്കിളെ, സഹോദര, സഹോദരി, നീ അധികം കാത്തിരുന്നത്, നിന്റെ ജീവിതത്തിൽ അധികം മഹത്വം, അധികം കാത്തിരുന്നത്, അധികം മഹത്വം, അധികം കാത്തിരിക്കുന്നത്. Oh, come on, വിളിച്ചു പറ. ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ നിന്റെ അന്തരീക്ഷത്തിൽ, നിന്റെ വീട്ടിൽ മുഴങ്ങി നിൽക്കേണ്ട ശബ്ദമതാണ്: more waiting, more glory, more waiting, more glory, more waiting, more glory. അധികം കാത്തിരുന്നത്. Come on, ശബ്ദം ഉയർത്തി. പിന്നിലായിരിക്കുന്ന സഹോദരിമാര്, ആ സഹോദരന്മാർ പറ. അധികം കാത്തിരുന്നത്, അധികം മഹത്വം. ഈ ദിവസങ്ങളിൽ പട്ടണത്തിൽ നമ്മൾക്കുള്ള ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതുപോലെ ഒരു പുതപ്പ്, മറുപടിയുടെ പുതപ്പ് ഈ കോൺഗ്രിഗേഷൻ മുഴുവനായി ഇട്ടിട്ട് എൻ്റെ കർത്താവ് പറയും, യെസ്. അധികം കാത്തിരുന്നത് അധികം മഹത്വമാക്കി. അവൻ തീർക്കാൻ പോകുന്നു. കാരണം ഒരു ജലപ്രളയത്തിൽ നീ തീർന്നു പോകത്തില്ല. ഒരു ജലപ്രളയമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിനക്കൊരു അരരാത്തുണ്ട്. യെസ്. ഒരു ക്ഷാമമുണ്ടെങ്കിൽ, ഒരു ഉണക്കുണ്ടെങ്കിൽ, if there is a drought, then after that there is a rain. കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങി ആ വരൾച്ച അവസാനിപ്പിക്കുന്ന ഒരു മഴയുണ്ട്. വരൾച്ചകൾ കണ്ട കുടുംബങ്ങളും വ്യക്തികളും ഇന്ന് പകൽ ഇത് ഏറ്റെടുക്കണം. നിന്റെ വരൾച്ചകൾ തീരുന്നു. കൈപ്പത്തി കോൺഗ്രസിന്റെ അല്ല, കൈപ്പത്തി പോലൊരു മേഘം ഉയർന്ന് നിന്റെ സീസൺ മാറ്റുന്നതായ ഒരു മഴയുണ്ട്. യെസ്. എന്നും മരുഭൂമിയല്ല. If there is a wilderness, after a while you are going to step into the promised land. Oh, hallelujah. എന്നും മരുഭൂമിയല്ല. ആ മരുഭൂമിക്ക് അപ്പുറത്ത് നിനക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. എന്നും ക്രൂസിഫിക്ഷൻ അല്ല. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിനക്കൊരു റിസറക്ഷൻ ഉണ്ട്. ഒരു ക്രൂശീകരണത്തിനപ്പുറത്ത് നിനക്കൊരു ഉയർപ്പുണ്ട്. എന്നും പാസ് ഓവർ അല്ല. ഓ കമാൺ. എന്നും പാസ് ഓവർ അല്ല. ഒരു പാസ് ഓവറിനപ്പുറത്ത് നിനക്കൊരു പെന്തക്കോസ്റ്റ് ഉണ്ട്. എന്നും ഒരു താഴ്വരയല്ല. ആ താഴ്വരയ്ക്ക് ശേഷം നിനക്കൊരു കുന്നുണ്ട്. മൂന്ന് പേരെ തൊട്ട് കണ്ണുനീ വീണ് തുടങ്ങാം. മൂന്ന് പേരെ തൊട്ട് പറ, സ്തോത്രം. അല്പം കൂടെ ഉള്ളൂ, പറഞ്ഞാട്ടെ, അല്പം കൂടെ ഉള്ളൂ. ചില മണിക്കൂർ കൂടെ ഉള്ളൂ, ചില ദിവസം കൂടെ ഉള്ളൂ. കാത്തിരിക്കുക. ഇത്രയും കാത്തിരുന്നില്ലല്ലോ. ബൈബിള് താഴെ വെച്ചില്ലല്ലോ. ഇത്രയും കാത്തിരുന്നില്ലേ? വിശ്വാസം തള്ളി പറഞ്ഞില്ലല്ലോ. ഇത്രയും കാത്തിരുന്നല്ലോ. യേശുപ്പച്ചനെ വിട്ട് മാറിയില്ലല്ലോ. ഇത്രയും കാത്തിരുന്നല്ലോ. ഇപ്പോഴും അവന്റെ പാദത്തിൽ വീട് കിടക്കല്ലേ? കൺഗ്രാറ്റുലേഷൻ, അനുമോദനങ്ങൾ. ഇത്രയും ദൈവം നടത്തിയെങ്കിൽ ഇനി ബാക്കിയുടെ സീസൺ മാറും. യേശുവിൻ്റെ നാമത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു അരരാത്തുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു. ഓ ഹല്ലേലൂയ. യെസ്. ഒരു മരുഭൂമി ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു വാഗ്ദത്ത ദേശമുണ്ട്. നല്ലൊരു ആമേൻ പറ. യെസ്. ഒരു സ്തോത്രം. അതേ, ക്ഷാമമുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു ഉണക്കുണ്ടെങ്കിൽ അപ്പുറത്ത് ഭയങ്കര ഒരു മഴ പെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. യെസ്. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ഉയർപ്പുണ്ട്. യെസ്. ഒരു പാസ് ഓവർ ഉണ്ടെങ്കിൽ ആ പെസഹ കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പെന്തക്കോസ്റ്റ് ഉണ്ട്. യെസ്. ഒരു താഴ്വരയുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു നീ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുണ്ട്. ഓ, ആരും സ്തോത്രം പറയുന്നില്ലെങ്കിൽ ഇനി പറയുന്നവര് പറയും. ഒരു കപ്പൽ ഛേദമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിന്റെ പ്രോഗ്രാം ഇല്ലാത്ത ഒരു മാൾട്ട ദ്വീപുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, ആരുടെയോ റൂട്ടുകൾ മാറുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. ആരുടെയോ റൂട്ടുകൾ മാറുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത കണക്ഷൻസ്, നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങൾ ദൈവം നിനക്കായി ഈ ദിവസങ്ങൾ ഒരുക്കുന്നു. യെസ് യെസ് യെസ്, പ്രതീക്ഷിക്കാത്തത്. നീ അങ്ങോട്ട് കയറി മുട്ടുകയല്ല, നന്മയും കരുണയും നിന്നെ തേടി വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കണക്ഷൻസ്, പുതിയ ഡീലുകൾ കടന്നു വരികയാണ്. ഇൻ ജീസസ് നെയിം. അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് മൂന്നാമത്തെ സ്റ്റേജ് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഇറ്റ് വാസ് ദ പവർ ഓഫ് ഫെയ്ത്ത്. ഇറ്റ്സ് എ പവർ ഓഫ് ഫെയ്ത്ത്. തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു വിശ്വാസമായിരുന്നു അത്. തന്നെ ശക്തിപ്പെടുത്തേണ്ട പരദേശി വിശ്വാസമായിരുന്നു. പിന്നെ സ്തോത്രം, പേഷ്യൻസ്, ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു. സ്തോത്രം, തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു വിശ്വാസമായിരുന്നു. ഇന്ന് പകൽ ബലഹീനതയോടെ വന്ന് എല്ലാവരും ശക്തിപ്പെടട്ടെ. ശരീരത്തിനും ശക്തിപ്പെടട്ടെ, മനസ്സിനും ശക്തിപ്പെടട്ടെ. കമോൺ, ഒരിക്കൽ കൂടെ. ശരീരത്തിലും ശക്തിപ്പെടട്ടെ, മനസ്സിലും ശക്തിപ്പെടട്ടെ. യെസ്, ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലിറ്ററലി ഒരു എണ്ണ ഒഴുകി ഇറങ്ങുന്നത് പോലെ ഹീലിംഗ്, സൗഖ്യം ഈ ഹാളിൽ റിലീസ് ചെയ്യപ്പെടാൻ പോവാ. നിന്റെ ബോഡിയെ, നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസം. കാരണം തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്നവരുടെ മേൽ, ബാക്കി പറ, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഫെയ്ത്താണ് നിന്നെ കണക്ട് ചെയ്യുന്നത്. സൂപ്പർ നാച്ചുറൽ പവർ നിന്നിൽ കൊണ്ടുവരുന്ന, ട്യൂമറുകളെ അപ്രത്യക്ഷമാക്കുന്ന, അൾസറുകളെ ക്യാൻസൽ ചെയ്യുന്ന, ഹൃദ്രോഗത്തിലെ ബ്ലോക്കുകളെ മാറ്റുന്ന, കോവിഡും അതിന്റെ വാക്സിനേഷനും കൊണ്ടുവന്ന ബ്ലോക്കുകളെ മാറ്റുന്ന, വാതരോഗങ്ങളെ എടുത്തു മാറ്റുന്ന ഒരു ന്യൂ ബോൺ ബേബിയുടെ ബോഡി പോലെ ഇന്ന് പകൽക്കാലം, ഒരു ന്യൂ ബോൺ ബേബിയുടെ ബോഡി പോലെ നിന്റെ ശരീരത്തെ പുതുക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയ ദൈവബലം. യെസ്, കൈയടിക്കുന്നവർ നന്നായി കരങ്ങളടിച്ച് ഏറ്റെടുത്ത്. ചിലർ ആരാധിക്കുമ്പോൾ നീ മാത്രമല്ല, നിന്റെ ഇടതും വലതും ഇരിക്കുന്നവർ കൂടെ സൗഖ്യമാകിയാണ്. ശക്തനാക്കുന്ന വിശ്വാസം. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ഒരിക്കൽ കൂടെ, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കാം, ജോലി ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ബിസിനസ്സുകാരായിരിക്കാം, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കാം, ഏത് സ്ഥാനത്താണോ നിങ്ങൾ നിൽക്കുന്നത്, ഇൻ ജീസസ് നെയിം, മറ്റുള്ള ഒരു ടീമിന് ചെയ്യാൻ കഴിയാത്തത് നീ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാ. നിന്റെ ബോസ് ഞെട്ടും. നിന്റെ കമ്പനികൾ യേശുവിന്റെ നാമം പ്രബലപ്പെടും. പറയണം, 13-ാം തീയതി ഇന്ത്യൻ ടൈം ഏകദേശം 12 മണിയായപ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി. ഇത്രയൊക്കെ ആയില്ലേ അബ്രഹാമേ? ഒന്നും നടക്കത്തില്ലടാ. ഇത്രയും പ്രായമായില്ലയോ? ഒന്നും നടക്കത്തില്ല എന്നാ പറഞ്ഞ. പക്ഷേ എബ്രായർ 11:11 വേദപുസ്തകം പറയുന്നു, എബ്രായർ 11:11, മൃതപ്രായനായ സ്തോത്രം വിശ്വാസത്താൽ സാറിയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തൻ എന്ന് എണ്ണികയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രാൽപതനത്തിന് ശക്തി പ്രാപിച്ചു. പുത്രാൽപേദന ശക്തി പ്രാപിച്ചു. നിങ്ങൾക്കറിയാം, മൃതപ്രായനായിരുന്നു അബ്രഹാം. ബൈബിൾ പറയുന്നു മൃതപ്രായൻ, മിസ്റ്റർ മൃതപ്രായൻ, മിസ്സസ് മൃതപ്രായൻ. അത് നോക്കിയിട്ട് നാട്ടുകാരും വീട്ടുകാരും സ്തോത്രം മെഡിക്കൽ സയൻസും അങ്ങനെയുള്ള സാമഗ്രികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു, ഒരിക്കലും നടക്കത്തില്ല, നിനക്ക് ശക്തി ഉണ്ടാകത്തില്ല, നിനക്ക് ശക്തി ഉണ്ടാകത്തില്ല. എവിടെയെന്നാണോ മനുഷ്യൻ ഇല്ല എന്ന് നിന്നെ നോക്കി പറഞ്ഞത്,
മനുഷ്യനത് നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞത്, നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നെവിടെയെങ്കിലും കേട്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഇല്ല ഇല്ല, നിന്നെ കൊണ്ട് തന്നെ അതേ വ്യക്തികളെ മുൻപിൽ ഞാൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാ. നിന്നെ കൊണ്ടത് നടക്കത്തില്ല. നഖം നനയാതെ നത്ത എടുക്കണം, അല്ലയോ? തിരുവനന്തപുരത്തെ ഭാഷയാണ്. നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ വിരൽ ചൂണ്ടി അതേ വിരൽ അവർ മൂക്കത്ത് വച്ചിട്ട് കാരണം സ്തോത്രം, അദ്ദേഹം ഇത്രയും അവർ കാത്തിരുന്നു, ഇത്രയും ബലഹീനത, ഇത്രയും പോരാട്ടം. എടാ അബ്രഹാമേ, അല്ലെങ്കിൽ അബ്രഹാം പിതാവേ, സാറാ മാതാവേ, വേറെ ഒരു വീട്ടിലും ഇല്ലാത്ത യുദ്ധമാ നിങ്ങൾക്ക്, വേറെ ആർക്കും ഇല്ലാത്തതായ കാത്തിരിപ്പാ നിങ്ങൾക്ക്. അതേ സുരേഷേ, ഈ ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു സ്പെഷ്യൽ കേസാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. നിന്റെ വിടുതൽ ദൈവരാജ്യത്തിന് ഭയങ്കര ബെനിഫിറ്റ് ആകാൻ പോവാ. ഫസ്റ്റ് സർവീസിന് ജോർജി ബ്രദർ പ്രാർത്ഥിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വിടുതൽ, നിന്റെ വീട്ടിൽ നടക്കുന്നതായ ചില കെട്ടുപണികൾ നരകത്തിന് ഭയങ്കര നഷ്ടവും സ്വർഗത്തിന് ഭയങ്കര ലാഭവുമായിരിക്കും. അധികം തടസ്സവും അധികം വെല്ലുവിളി ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത്ര വലിയ വിടുതലാണ് നിന്റെ മുൻപിലൂടെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ മനുഷ്യൻ പറയുന്നതും ഗ്രാമം പറഞ്ഞതും പട്ടണം പറഞ്ഞതും കേട്ടവൻ ക്ഷീണിച്ചില്ല. ദൈവം പറഞ്ഞവനോ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. കർത്താവ് പറയും ആരോടോ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള കരത്തിൽ ഞാൻ നിന്നെ വഹിക്കും. ഞാൻ നിൻ്റെ സ്നേഹിതനാ, ഞാൻ നിൻ്റെ ഭർത്താവാ, ഞാൻ നിൻ്റെ അപ്പനാ, ഞാൻ നിൻ്റെ സഹായിയ. നീ ഒറ്റയ്ക്കെന്ന് പറയല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? അപ്പൊ ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ വാഗ്ദത്ത സന്തതി ഉൽപ്പത്തി 3:15 അനുസരിച്ച് ഈസ് സീറ, അവൻ സ്ത്രീയുടെ സന്തതിയാണ്. സീറ എന്ന എബ്രായ പദത്തിന്റെ വ്യാഖ്യാനം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈസ് എ മെയിൽ ചൈൽഡ്, ഈസ് എ മെയിൽ ചൈൽഡ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ അടുത്ത സ്തോത്രം വംശാവലി ജനിക്കല് എന്ന് പറഞ്ഞ മുഴുവൻ നരകവും കൺവെൻഷൻ നടത്തുക, അല്ലെങ്കിൽ മുഴുവൻ നരകവും സ്തോത്രം പാളയം ഇറങ്ങിയിരിക്കുക. ഒരിക്കലും ഈ വീട്ടിൽ ഒന്ന് നടക്കാൻ പാടില്ല. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, നോ, ഞാൻ വിശ്വാസം നിന്നിലേക്ക് പകർന്നു, ഞാൻ നിൻ്റെ അവയവങ്ങളെ ഞാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. സോ സാറ, അബ്രഹാം, അവർക്ക് ഒരു അമേസിങ് കൂട്ടുകെട്ടായിരുന്നു. കോലിയും ധോണിയുമല്ല ഏറ്റവും നല്ല കൂട്ടുകെട്ട്. കമാൺ, ആരും വേണ്ടിയില്ല. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. മെസ്സിയും നെയ്മറുമല്ല ഏറ്റവും നല്ല കൂട്ടുകെട്ട്. ദൈവം ചില കോമ്പിനേഷൻ തന്നാൽ എല്ലാ പാരൻസും ഇന്ന് പകൽ അതിനായി നന്ദി പറഞ്ഞാട്ടെ. ഗോഡ്ലി കോമ്പിനേഷൻസ് ആയിരിക്കും നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത്. യെസ്, ഗോഡ്ലി കോമ്പിനേഷൻ. ഒരു കുതിരയും മറ്റത് കഴുതയുമല്ല, പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗോഡ്ലി കോമ്പിനേഷൻ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറയാതെ എൻ്റെ വീട്ടിൽ നടക്കും. പെട്ടെന്ന് പറഞ്ഞേ, യെസ്, യേശുവിൻ്റെ നാമത്തിൽ. അല്ലാതെ www.matrimony.com അല്ല പയ്യവേലിയെ കൊണ്ടുവരുന്നത്.
അബ്രഹാമിനു വേണ്ടി സാറയെ ഒരുക്കിയ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, സഭ ഒരുമിച്ച് അതിശയിക്കുന്ന, ദേശം നടുങ്ങുന്ന തന്റെ പ്രവൃത്തി അവൻ കൊണ്ടുവരും. അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു ശബ്ദം, സ്തോത്രം, ഗ്രീക്കിൽ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്: കാറ്റബലൻസ് പെയർമിറ്റാസ്. എക്സ്ട്രാ പൈസ തരണ്ട. കാറ്റബലൻസ് പെയർമിറ്റാസ്. What do you mean by presentation of കാറ്റബലൻസ് പെയർമിറ്റാസ്? എനിക്കും അറിയത്തില്ലായിരുന്നു കാറ്റബലൻസ് പെയർമിറ്റാസ് എന്താ. കാറ്റബലൻസ് പെയർമിറ്റാസ്. വൈപ്പ് പല്ലുള്ള ആരും ദയവായി പറയല്ല. കാറ്റബലൻസ് പെയർമിറ്റാസ് എന്താ? കാറ്റബലൻസ് പെയർമിറ്റാസ്. സ്തോത്രം. സാറേ, അബ്രഹാമേ, നിങ്ങൾക്കറിയാമോ? അതെ, ഇസ്മായിൽ ജനിച്ചു പോയി. ഏതെങ്കിലും ഒന്ന് ജനിച്ചു പോകുന്നതല്ല കാറ്റബലൻസ് പെയർമിറ്റാസ്. അപ്പുറത്തെ ഫറവോനിൽ ജനിക്കുന്നതോ ഇപ്പുറത്തെ അബിമലേക്കിൽ ജനിക്കുന്നതോ അല്ല കാറ്റബലൻസ് പെയർമിറ്റാസ്. ഏതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതി. അത് ഫറവോൻ വഴിയായാലും മറ്റേ അബിമലേക്ക് വഴിയാണ്. ഏതെങ്കിലും ഒന്ന് നടന്ന് കിട്ടിയാൽ മതി. നോ, അങ്ങനെയല്ല. കാറ്റബലൻസ് പെയർമിറ്റാസ് ഈ പുസ്തകം പറയുന്നത് നടക്കേണ്ടത് മാത്രമാണ് നടക്കേണ്ടത്. Come on, come on, come on. ആശീർവാദം പറഞ്ഞു വിടാം. Yes, 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 yes. Yes, yes. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പറഞ്ഞിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നടക്കാൻ പാടില്ലാത്തതിനെ മുഴുവൻ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. യേശുപ്പച്ചനില്ലാത്ത, ദൈവത്തിന്റെ പ്രോഗ്രാമില്ലാത്ത സകലതും യേശുവിന്റെ നാമത്തിൽ വേരോടെ പിഴുതു മാറുകയാണ്. സംഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടുള്ളത് മാത്രമേ നിന്റെ മുൻപിൽ സംഭവിക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, അതിനെതിരെ ഉയർന്നിരിക്കുന്ന ദുഷ്ടന്റെ സകല അധികാരത്തിന്റെ കോലുകളെ ഇന്ന് പകൽക്കാലം കർത്താവ് ഒടിച്ചു കളയുകയാണ്. In the name of Jesus. ചുള്ളിക്കമ്പുകൾ ഒടിയുന്നത് പോലെ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ ഒടിഞ്ഞ ശബ്ദം നിങ്ങൾ കേട്ടെങ്കിൽ, ഒരിക്കൽ കൂടെ, വിറക് കമ്പി പൊട്ടിയതുപോലെ എന്തെങ്കിലും ഇന്ന് പകൽക്കാലം ഉടഞ്ഞു മാറിയ ശബ്ദം നിങ്ങൾ കേട്ടെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ചെങ്കോൽ നിന്റെ അവകാശത്തിന്റെ മീതെ ഇരിക്കത്തില്ല. ഓ, ജനിക്കേണ്ടത് മാത്രമേ, സംഭവിക്കേണ്ടത് മാത്രമേ നിന്നെ സംഭവിക്കത്തുള്ളൂ. നാല് പേരെ തൊട്ട് പ്രവചിച്ചു പറ മക്കളെ, നാല് പേരെ തൊട്ട് പ്രവചനാത്മാവിൽ പ്രവചിച്ചു പറ, സംഭവിക്കാനുള്ളതേ സംഭവിക്കത്തുള്ളൂ. പറഞ്ഞേ, യെസ് 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 യെസ്. നാല് പേരെ തൊട്ട് പറ, സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നാളെ കരയിപ്പിക്കുന്നതല്ല, നിലവിളിപ്പിക്കുന്നതല്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതല്ല, നാളെ കുഴിയിൽ ചാടിപ്പിക്കുന്നതല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കം ഓൺ. ഓ, ഇന്ന് പകൽ ഞങ്ങൾ ഭാവിയെ ഡിസൈൻ ചെയ്യുകയാണ്. കമാൺ, കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്. അങ്കിളെ, കാറ്റബലൻസ് പെയർമിറ്റാസ് നടന്നാൽ എന്താ സംഭവിക്കുന്നത്? അതൊരിക്കലും മിനിമം കൊണ്ടുവരത്തില്ല. അതിന്റെ തുടക്കം ചിലപ്പോൾ ചെറുതായിരിക്കാം. ഒറ്റ ഇസഹാക്ക്, അതിന്റെ വെരി പവർഫുൾ. അതിന്റെ തുടക്കം വളരെ ചെറുതായിരിക്കാം, ഒറ്റ ഇസഹാക്ക്. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 15:5, ഉൽപ്പത്തി പുസ്തകം 22:17, ഉൽപ്പത്തി പുസ്തകം 32:12 വേദപുസ്തകം പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ,
അതിന്റെ തുടക്കം മിനിമം എങ്കിലും അത് മുന്നോട്ട് പോകുന്തോറും മാക്സിമത്തിലേക്ക് വർധനവിലേക്ക് നിന്നെ കൊണ്ടുവരും. Come on. മക്കളെല്ലാം സ്തോത്രം പറ. ഇന്നലെകളും നുറുങ്ങിയതെല്ലാം വർദ്ധിക്കുകയാണ്. യെസ് ഏറ്റെടുക്കണം. അടുത്തിരിക്കുന്നവരെ മറന്നൊന്ന് ആരാധിക്കണം. എൻ്റെ ദൂതിൻ്റെ 40% യെസ് വർധനമുണ്ടാകുകയാണ്. ബുദ്ധിയിൽ വർദ്ധിക്കട്ടെ. എല്ലാ പെൺകുട്ടികളും ആമേൻ പറഞ്ഞേ. യെസ് എഡ്യൂക്കേഷനിൽ വർധനമുണ്ടാകട്ടെ, വരുമാനങ്ങളിൽ വർധനമുണ്ടാകട്ടെ, പ്രമോഷനിൽ ഒരു വർധനമുണ്ടാകട്ടെ. കമാൺ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷയിൽ വർധനമുണ്ടാകട്ടെ, മാനസാന്തരങ്ങളിൽ വർധനമുണ്ടാകട്ടെ, സ്നാനങ്ങളിൽ വർധനമുണ്ടാകട്ടെ, ചർച്ച് പ്ലാന്റിംഗുകൾ വർധനമുണ്ടാകട്ടെ. In the name of Jesus. ജനിക്കേണ്ടത് ജനിക്കട്ടെ. ബോഡിക്ക് ശക്തിയില്ല, പക്ഷെ വിശ്വാസം ആ ശക്തിയെ കൊണ്ടുവന്നു. ബോഡിക്ക് ശക്തിയില്ല, പക്ഷെ വിശ്വാസം ശക്തിയെ കൊണ്ട്. ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻ ജീസസിനെ കത്രമേശ ഉണ്ടല്ലോ, ഇടയ്ക്ക് മറന്നുപോയി. സ്തോത്രം. ഓ ഹല്ലേലൂയ. അല്ല, നിങ്ങൾ മറന്ന കാര്യം ഞാനല്ല. കമാൺ, നിങ്ങൾ മറന്നുപോയ കാര്യം പറഞ്ഞു. സ്തോത്രം. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഇറ്റ് വാസ് എ ഫെയ്ത്ത് ഓഫ് പെർസിവറൻസ്. അത് സ്ഥിരോത്സാഹത്തിൻ്റെ വിശ്വാസമായിരുന്നു. സ്ഥിരോത്സാഹത്തിൻ്റെ വിശ്വാസം. സ്ഥിരോത്സാഹം. വിട്ടുകൊടുക്കത്തില്ല. ആർക്കും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടും. വിട്ടുകൊടുക്കല്ല. ആർക്കും കിട്ടിയില്ലയോ എനിക്ക് കിട്ടും. ആരും ജയിച്ചില്ലയോ ഞാൻ ജയിക്കും. ഒരിടത്തും നടന്നിട്ടില്ലല്ലോ, എന്റെ വീട്ടിൽ നടക്കും. വിട്ടുകൊടുക്കല്ല. രണ്ടുപേരെ തൊട്ട് പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. പെട്ടെന്ന് പറഞ്ഞേ. സ്ഥിരോത്സാഹം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഇത് ട്രാജഡിയുടെ പുസ്തകമല്ല. ഇത് ട്രാജഡിയുടെ പുസ്തകമല്ല. തോംസനെ ആക്സിഡന്റ് ഉണ്ടായടാ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം നീ ഓടി നടക്കാതെ ഒരു സ്റ്റുഡിയോയിൽ ദൈവം നിന്നെ ഇരുത്തിയെങ്കിൽ യഥൂന്റെ രാഗങ്ങൾ പോലെ പുതിയ രാഗങ്ങളും ദാവീദിന്റെ കൂടാരത്തിൽ ഉയർന്ന പുതിയ താളങ്ങളും എന്നതുപോലെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുക. ഈ പകൽ ഞാൻ പ്രവചന ദൂതായി പറയാം, ഓടി നടക്കുന്നവരിലൂടെ നടക്കാത്തത് ചിലതിനെ ദൈവം ഇരുത്തി ദൈവം ഏൽപ്പിക്കാൻ പോകുകയാണ്. ലേഖനം 11 അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യം എങ്ങനെ പറയുന്നു? അവരുടെ ദൈവമെന്ന് പറവാൻ ദൈവം ലജ്ജിച്ചില്ല. അവിടെ ദൈവമെന്ന് പറവാൻ 16 വാക്യം നോക്കിയേ. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. എന്നാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയത്. അവരുടെ ദൈവം എന്ന് പറവാൻ ലജ്ജിക്കുന്നില്ല. കമോൺ, ഞാൻ നിങ്ങളോട് ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ. പലപ്പോഴും നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ പറഞ്ഞില്ലേ, സ്തോത്രം, സ്നാനം നീ വിഴുങ്ങി, സ്നാനം നീ വിശ്വാസ സ്നാനമെന്ന് പറഞ്ഞില്ല, നീ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവനെന്ന് പറഞ്ഞില്ല, നീ സ്നാനപ്പെട്ടവനെന്ന് പറഞ്ഞില്ല, നീ അന്യഭാഷ പറയുന്നവനെന്ന് നീ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞില്ല. ലജ്ജയാണ്. പാക് കടലിടുക്കെന്ന് പറയുന്ന ഒരു കടലിടുക്കുണ്ട് ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക്. ശ്രീലങ്ക അറിയാലോ, ഒരു ഓംലെറ്റിൻ്റെ പരുവത്ത്. അത് തന്നെ. അതിനിടയിൽ കിടക്കുന്നതായ കടലാണ് പാക് കടലിടുക്ക്. പാക് കടലിടുക്ക് ഞാൻ നീന്തി കയറിയിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞത്.
എനിക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സന്റിൽ സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ഒരു പൂജാരിക്കും മന്ത്രവാദിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അന്യഭാഷയിൽ എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. ഞാൻ കിംസിനും നിംസിനും മാറി മാറി ഓടുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് സ്തോത്രം ഞാൻ കൈവച്ച് രോഗികൾ സൗഖ്യമാകുമെന്ന് പറയുന്നത്. ഈ തലമുറകൾ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. വളരെ കരങ്ങളെ ഉയർത്തി പറ, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കത്തില്ല. I'm not ashamed of the gospel. വലിയ ക്ലാസ്സോ ചെറിയ ക്ലാസ്സോ സ്കൂളോ കോളേജോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡ്രഗ് അടിച്ച് പെണ്ണും പിടിച്ച് സ്തോത്രം അതേ പോർണോഗ്രഫിയും കണ്ട് പാപത്തിൽ മുങ്ങി നടക്കുന്ന ഈ തലമുറകൾ തല ഉയർത്തി പറ, എന്റെ പേര് റേഷൻ കാർഡിലല്ല, ജീവ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ യേശുവിന്റെ പൈതലാണ്. പലപ്പോഴും നിനക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ ലജ്ജയാണ്. എല്ലാവർക്കും ദൈവമുണ്ട്. തെങ്ങിൽ കയറി കരിക്ക് മോഷ്ടിക്കുന്നവനും ദൈവമുണ്ട്. ആരും കാണല്ലേ എന്ന് പറഞ്ഞാൽ അവൻ കയറുന്നേ. പകരം ദൈവം എന്ന് പറയുന്നതിനേക്കാൾ പറയണം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു. യേശു ഹല്ലേലൂയ. ഇലുമിനാറ്റി പടം കണ്ടിറങ്ങിയവൻ കേൾക്കട്ടെ, യേശു. ഓ, അവൻ തോറ്റവനല്ല, അവൻ ജയിച്ചവനാണ്. പകരം എൻ്റെ ബൈബിൾ പറയുന്നു, നീ യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജിച്ചാൽ കർത്താവ് പറയുന്നു നിന്റെ ദൈവം എന്ന് പറയാൻ അവൻ ലജ്ജിക്കുന്നില്ല. ദൂതന്മാരുടെ മുൻപിൽ, കോടിക്കണക്കിന് ദൂതന്മാരുടെ മുൻപിൽ നോക്ക്, ബൈബിൾ പറയുക, കർത്താവ് പറയുക, കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ കർത്താവ് ഈ നല്ല ഞായറാഴ്ച നിന്നെ നോക്കിയിട്ട് പറയും, നോക്ക് എൻ്റെ കുഞ്ഞ് ആരാധിക്കുന്ന, നോക്ക് ഞാൻ അവൻ്റെ ദൈവ, ഞാൻ അവൻ്റെ ദൈവ, ഞാൻ അവൻ്റെ ദൈവ. കേക്ക്, നിനക്ക് നല്ല കാലം ഉള്ളപ്പോൾ, നിനക്ക് നല്ല ഓളവും പേരും സ്ഥാനവും മാനവും ഉള്ളപ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ട്. നിന്നെ കൺവെൻഷൻ വിളിക്കാൻ ആളുണ്ട്, നിന്നെ ഉപയോഗിക്കാൻ ആളുണ്ട്. പക്ഷേ നീ ഒരു താഴ്വരയിലൂടെ പോകുമ്പോൾ, നിനക്കൊരു സെറ്റ് ബാക്ക് വരുമ്പോൾ മറ്റുള്ളവർ ഞാൻ പുള്ളിയുമായി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടക്കുകയാണ്. പക്ഷേ ആ ക്രൈസിസിന്റെ നടുവിൽ എൻ്റെ ദൈവം പറയും, നോ, നിന്റെ താഴ്വരയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. മനുഷ്യൻ നിന്നെ ഉപയോഗിച്ച് കളയുമ്പോൾ, മനുഷ്യൻ നിന്നെ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കളയുമ്പോൾ തമ്പുരാൻ പറയും, ഞാൻ നിന്റെ നീതിയാണ്, ഞാൻ നിന്റെ ദൈവമാണ്. ഈ ആഴ്ചകളിൽ തമ്പുരാൻ അത് തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ നിന്റെ ദൈവമെന്ന്, ദൈവം നിന്നെ മറന്നിട്ടില്ലെന്ന്, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ലെന്ന്, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്, ദൈവം നിന്നെ സഹായിക്കുമെന്ന് ഈ ഏപ്രിൽ മാസത്തിൽ വെളിപ്പെട്ട് വരട്ടെ. തളരാത്ത വിശ്വാസം, ആ തളരാത്ത വിശ്വാസമുണ്ടെങ്കിൽ ഫൈനലി ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു സീരീസാണ് ഞാൻ എനിക്ക് പറയാനുള്ള 2 മിനിറ്റ് കൊണ്ട്. ഒരു സീരീസ്, ഒരു സ്തോത്രം, 5 പ്രസംഗം 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. തളരാത്ത വിശ്വാസമുണ്ടെങ്കിൽ ലൈഫ് ട്രാജഡിയല്ല, ലൈഫ് ട്രാജഡിയല്ല. തകഴിയുടെ ചെമ്മീൻ ട്രാജഡിയായിരുന്നു, റോമിയോ ജൂലിയറ്റ് ട്രാജഡിയായിരുന്നു. സ്തോത്രം. അതെ, സിബി മലയുടെ, നമ്മുടെ സഹോദരനാണ് സിബി മലയുടെ പല സിനിമകൾ, കൈ ഉയർത്തണ്ട, കണ്ടവർ കൈ ഉയർത്തണ്ട. സിബി മലയുടെ പല സിനിമകൾ ട്രാജഡിയായിരുന്നു. പക്ഷേ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനം ട്രാജഡിയല്ല. ഇത് ഉയർത്തിയ ആരുടെയും ജീവിതം ട്രാജഡിയാകത്തില്ല. ഇത് വായിച്ച് പ്രസംഗിച്ച ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ ആ വീടുകൾ ട്രാജഡിയിൽ അവസാനിക്കത്തില്ല. ഇത് ഉയർത്തി ഇന്ന് ഞായറാഴ്ചയും ആരാധിപ്പാൻ കൊണ്ടുവന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ലൈഫ് ട്രാജഡിയല്ല. ഓ, ഈ വേദപുസ്തകം ആരെങ്കിലും ഉയർത്തിയെങ്കിൽ ദൈവം അവരെ ഉയർത്തും. ഈ വേദപുസ്തകം ആരെങ്കിലും ചുമന്നെങ്കിൽ ദൈവം നിന്നെ ചുമക്കും. അപ്പം അങ്ങളെ ഒരു ഡൗട്ട്, ആ 3-ാമത്തെ ആയത്തില്ലേ, ആ 3-ാമത്തെ ആയത്തിലെ അമ്മച്ചി ആപ്പിൾ പിടിച്ചതോ? അമ്മച്ചിയുടെ അടുത്ത് മറ്റേ എന്തോ, റിയലി അമ്മച്ചി ആപ്പിൾ പിടിച്ചു, മറ്റേ പാമ്പ് വന്നു.
റിലേഷൻ പോയി. ഷേം പാടാൻ മറ്റവൻ കാത്തിരുന്നു. ആടിനെ കൊന്നു, കവർ ചെയ്തു. ദൈവത്തിൻ്റെ നടപ്പെല്ലാം പോയല്ലോ. മോനെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്നവരെ നീ കണ്ട മിസ്രൈമിനെ ഇന്നലെ വിളിച്ചവരെ, ഇന്നലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരെ, ഇന്നലെ തളർന്നവരെ, ഇന്നലകൾ ചിതറിയവരെ, ഇന്നലകൾ മുറിവേറ്റവരെ, ഇന്ന് നിനക്കുള്ള ദൂത് ലോട്ടറി ടിക്കറ്റല്ല, അതിനേക്കാൾ വിലയേറിയ ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. നിന്നെ പണിയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം അത് നിന്നെ പണിയുകയാണ്. ഇന്നലത്തെ ട്രാജഡി ഇനി നിൻ്റെ വീട്ടിൽ, ഇനി നിൻ്റെ ജീവിതത്തിൽ ഇന്നലത്തെ ട്രാജഡി ഇനി ആവർത്തിക്കത്തില്ല. ഇന്നലത്തെ യുദ്ധങ്ങൾ ഇനി ആവർത്തിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 ഒരു പേപ്പറിൽ സ്തോത്രം നന്നായി എഴുതി. വെളിപ്പാട് പുസ്തകം 20, 21, 22 വേറൊരു പേപ്പറിൽ നന്നായി എഴുതി. ഒരു വശത്ത് ഒരു ടേബിളായി ജനസിസ് 1, 2, 3, ഉൽപ്പത്തി 1, 2, 3 ഒരു വശത്തൊട്ടിച്ച്, മറുവശത്ത് വെളിപ്പാട് പുസ്തകം 20, 21, 22 മറുവശത്ത് എഴുതി ഒട്ടിച്ച്, രണ്ടും ലെഫ്റ്റും റൈറ്റും താരതമ്യം ചെയ്തൊന്ന് പഠിക്കണം. നിന്റെ ജാതകമല്ല, നിന്റെ ജീവിതമാണ്. ഉൽപ്പത്തി 1, 2, 3 നിന്റെ ഹിസ്റ്ററി. വെളിപ്പാട് 20, 21, 22 നിന്റെ ഡെസ്റ്റിനി. ഇന്നലെ ഉറങ്ങിയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, പോയി എൻ്റെ ജനത്തോട് പറ, അവിടെ ഹിസ്റ്ററിയിൽ വന്ന സകലതും പൊട്ടാത്തൊരു ഡാമിട്ട് ഞാൻ കെട്ടി നിർത്തി, പുതിയ ചിലത് ഞാൻ ഇവിടെ ആരംഭിക്കും. സമയം പോയി. കത്രിമേശയുണ്ട്. 14 പോയിന്റ് ഞാൻ പെട്ടെന്ന് പറയാം. സ്തോത്രം. ഉൽപ്പത്തി 1, 2, 3 ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. അതിൽ കുഴപ്പമുണ്ടായി. പക്ഷേ ഉൽപ്പത്തി സ്തോത്രം കുഴപ്പമുണ്ടായതായ ആകാശം ഭൂമിയുമെങ്കിൽ വെളിപ്പാട് ലാസ്റ്റിൽ കാണിക്കുകയാണ്, ഐ സാ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമി ഞാൻ കാണുക. കുഴപ്പമില്ലാത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കാണുകയാണ്. പണ്ടത്തെ അതെ, ആ പഴയ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് ഇരുട്ടിന് രാത്രി എന്ന് ദൈവം പേര് വിളിച്ചു. യോഹന്നാൻ പറയുന്നു, there is no more nights. ഇനി രാത്രി ഉണ്ടാകത്തില്ല. ഓ കമോൺ, ഇനി രാത്രി ഉണ്ടാകത്തില്ല. പകൽ വാഴാൻ സൂര്യനെയും രാത്രി വാഴാൻ ചന്ദ്രനെയും ദൈവം 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. പക്ഷേ യോഹന്നാൻ വെളിപ്പാടിൽ പറയുന്നു, there is no sun and moon. ഇനി സൂര്യനും ചന്ദ്രനുമില്ല. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ആ തിന്മയെ മുഴുവൻ, ഇന്നലകളുടെ തിന്മയെ മുഴുവൻ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. ആരെങ്കിലും ആമേൻ പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ദൈവം ആദാമിനോട് ഈ പ്രകാരം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും, തിന്നുന്ന നാളിൽ നീ മരിക്കും, അതുകൊണ്ട് നീ ഇത് തിന്നരുത്. പക്ഷേ പുതിയ ആകാശത്തിനും ഭൂമിയിലും കർത്താവ് പറഞ്ഞു, ഇനി മേലാൽ മരണം ഉണ്ടാകത്തില്ല. ഓ കമാൻ, ഇനി മേലാൽ മരണം ഉണ്ടാകത്തില്ല. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, അന്ന് ദൈവം ഉണ്ടാക്കിയ ആകാശത്തിനും ഭൂമിയിലും, ആ ഭൂമിയിൽ സാത്താൻ വഞ്ചകനായി കടന്നു വന്നു. ഈ പൃഥ്വിയിലുള്ള എല്ലാ രാജാക്കന്മാരും, എല്ലാ ലാലിസം പെർഫോമൻസും ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ കേൾക്കട്ടെ. എന്നാൽ അന്ന് ഡിസീവറായി വഞ്ചകനായി കയറി വന്ന സാത്താൻ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇല്ല. പഴയ ഏദൻ തോട്ടത്തിൽ സാത്താൻ തന്റെ തന്ത്രവുമായി ഇഴഞ്ഞു വന്നു. പക്ഷെ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിൽ കയറുന്നതിന് മുമ്പ് ഒരു ബറ്റാലിയൻ ദൂതന്മാരല്ല,
ഒരു ലെഗ്യോൺ ദൂതന്മാർ മീൻസ് 6000 ദൂതന്മാരല്ല, ഒരു ബറ്റാലിയൻ ദൂതന്മാരല്ല, 6000 ദൂതന്മാരല്ല. എല്ലാ സാത്താൻ പള്ളിക്കാരും, എല്ലാ ഫ്രീമേസനും, എല്ലാ ഇലുമിനാറ്റി ഇന്ന് പകൽ നന്നായി കേൾക്ക്. ഒറ്റ ദൂതനിറങ്ങി, ഒരു ദൂതനിറങ്ങി സാത്താനെ ബന്ധിച്ച് നരകത്തിയിലേക്ക് തള്ളിയിടുന്നു. അതവൻ്റെ കാലത്ത് അവൻ ദൈവത്തോട് കൂടെ നടന്ന ആ നടപ്പ് സ്റ്റോപ്പായി. പക്ഷേ സ്തോത്രം, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ വാസം വീണ്ടും സ്തോത്രം സംഭവിക്കുകയാണ്. ആദാമിൻ്റെ കാലത്ത് സാത്താൻ പാർഷ്യലി ജയിച്ചു. എന്നാൽ സ്തോത്രം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ ടോട്ടലി കർത്താവ് ജയിക്കുകയാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഐ വിൽ മൾട്ടിപ്ലൈ യുവർ പെയിൻ, നിന്റെ വേദനയെ ഞാൻ വർദ്ധിപ്പിക്കും. എന്നാൽ സ്തോത്രം, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവ് പറഞ്ഞു, നോ മോർ പെയിൻ, ഇനി വേദനയില്ല. കമാൺ, കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നോ മോർ പെയിൻ. സ്തോത്രം. അതെ, ആദാമിൻ്റെ കാലത്ത് ദൈവം ഭൂമിയെ ശപിച്ചു. സ്തോത്രം. ആദാമിൻ്റെ കാലത്ത് ദൈവം മനുഷ്യനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു, മനുഷ്യനെ ശപിച്ചു. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താവ് പറഞ്ഞു, സ്തോത്രം, മേലാലിനി ശാപം ഇല്ല. ആദാം ഭൂമിയെ വാഴുന്നതിൽ പരാജയപ്പെട്ടു. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മനുഷ്യൻ വീണ്ടും വാഴുകയാണ്. ഞാൻ നിർത്തി. സ്തോത്രം. അതെ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയെ ദൈവം അടച്ചു. എന്നാൽ സ്തോത്രം, പുതിയ ആകാശത്തിലും ഭൂമിയിലും കർത്താവ് പറഞ്ഞു, 12 മാസവും 12 വ്യത്യസ്ത ഫലത്തെ തിന്നാൻ. വെൽക്കം ടു ദ ട്രീ ഓഫ് ലൈഫ്. ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയെ ദൈവം, ജീവവൃക്ഷത്തിലെ ആക്സസിനെ ദൈവം തുറന്നു. സ്തോത്രം. മനുഷ്യൻ ആദാമിന്റെ കാലത്ത് പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് അവരെ ആട്ടിക്കളഞ്ഞു. എന്നാൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയും വന്നപ്പോൾ തിരുവചനം പറയുന്നു, they shall see the face of the Lord. അവർ കർത്താവിൻ്റെ മുഖം കാണും. ഏതേൻ തോട്ടത്തിൽ എന്തൊക്കെയാണോ തകർന്നത്, ഏതേൻ തോട്ടത്തിൽ എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത്, ഏതേൻ തോട്ടത്തിൽ എന്തൊക്കെയാണോ നശിച്ചത്, അത് മുഴുവൻ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ. പറഞ്ഞാട്ടെ, എവിടെ? ക്രിസ്തുവിൽ. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിൽ ഇന്നലകൾ നഷ്ടപ്പെട്ടത് പ്രാർത്ഥനയാണോ, ഭക്തിയാണോ, വിശ്വാസമാണോ, എന്തൊക്കെയാണോ എവിടെ വെച്ച് മുറിഞ്ഞു പോയത്, അത് മുഴുവൻ കർത്താവ് നിനക്ക് തിരികെ നൽകി. ദൈവം നിന്നെ നടത്തും. 14 കാര്യം ഞാൻ പറഞ്ഞു. ഇതിനു വേണ്ടി അബ്രഹാം കാത്തിരുന്നു. ലുക്കിംഗ് ഫോർ ദ സിറ്റി. ആ പട്ടണത്തിന് വേണ്ടി കാത്തിരുന്നു. മണവാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടി പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുതിയ യെരൂശലേം ഇറങ്ങുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടുകാരൻ കാണുകയാണ്. They were waited for the city. അവർ സ്തോത്രം കാത്തിരുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു. കണ്ണുകൾ അടച്ച്